السلام عليكم ورحمة الله وبركاته. الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد، والصلاة والسلام على خير من وطئ الثرى وعلى آله وصحابته أسود الشرى وتابعيهم كنوز الورى. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله السميع العليم من الشيطان الرجيم. أفمن هذا الحديث تعجبون وتضحكون ولا تبكون وأنتم صامدون فاسجدوا لله واعبدون. പ്രിയമുള്ള ഇസ്ലാഹി സഹോദരി സഹോദരന്മാരെ, നേതാക്കന്മാരെ, നമ്മുടെ ഈ ഒത്തുകൂടൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഇരു ലോകത്തും പ്രതിഫലത്തിന് അർഹമാകുന്ന രൂപത്തിലുള്ള ഒരു ഒത്തുകൂടലായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. സലഫുകളുടെ മാതൃക എന്നതാണല്ലോ നമ്മൾ സംസാരിക്കാനുള്ളത്. പാരാവാരം പോലെ പരന്നു കിടക്കുന്ന ഒന്നാണ് സലഫുകളുടെ മാതൃക എന്ന വിഷയത്തെ സംബന്ധിച്ച് പറയുമ്പോൾ പറയാനുള്ളത്. അതിൽ നിന്ന് ഏതാനും പെറുക്കിയെടുത്തുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ, അത് അർഹിക്കുന്ന പ്രാധാന്യത്തോടുകൂടി അവതരിപ്പിക്കുവാൻ മഹനീയമായ സൗഭാഗ്യം എനിക്കും അതിൻ്റെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാനുള്ള എല്ലാവിധ മംഗളങ്ങളും നമുക്ക് രണ്ടു കൂട്ടർക്കും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. സഹോദരന്മാരെ, സഹോദരികളെ, നാം എത്രയോ തവണ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തവരാണ്, ഇപ്പോഴും പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. ആണും പെണ്ണും വ്യത്യാസമില്ലാതെ, ചെറുതും വലുതും വ്യത്യാസമില്ലാതെ മനപ്പാഠമാക്കിക്കൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും പരിശുദ്ധ ഖുർആൻ. പക്ഷെ എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ ചോദ്യത്തിന് മറുപടി പറയാൻ നമുക്ക് കഴിയാതെ പോകുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയവും കൂടിയാണ്. പരിശുദ്ധ ഖുർആനിൽ ആദ്യമായി കൊണ്ടിറങ്ങിയ തിലാവത്തിന്റെ സുജൂദിന്റെ ഒരായത്തിന്റെ ഒരു അധ്യായമാണ് സൂറത്തുൻ നജ്മ്. ആദ്യമായി കൊണ്ടിറങ്ങിയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹറമിൽ നമസ്കാരം നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിലാണ് ഈ ആയത്ത് അവതരിക്കുന്നത്. പുറകിൽ ഇസ്ലാമിൻ്റെയും മുസ്ലിങ്ങളുടെയും പ്രവാചകന്റെ പ്രത്യേകിച്ചും ബന്ധവൈരികൾ അവരൊരു സുജൂദ് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു, അവിടെ ആക്രമിക്കുവാൻ വേണ്ടി. ഈ സന്ദർഭത്തിൽ ഈ ആയത്ത് അവതരിച്ചു കൊണ്ടിരിക്കുകയാണ്. അറബികളാണ്, ശത്രുക്കളാണെങ്കിലും അവർക്ക് ആശയം പറഞ്ഞു പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് മുമ്പാകെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ വഹി ഇറക്കുകയും ആ വഹി പാരായണം ചെയ്തുകൊണ്ട് പ്രവാചകൻ നമസ്കരിക്കുകയാണ്. അതിൽ അവസാനത്തെ വചനം ഇറങ്ങുകയാണ്, അഫമൻ ആദൽ ഹദീസി തഅജബൂൻ. അപ്പോൾ ഈ വർത്തമാനത്തിൽ നിങ്ങൾ ആശ്ചര്യപ്പെടുകയാണോ? ഏതാണ് ഈ വർത്തമാനം? പരിശുദ്ധ ഖുർആൻ. ഇതിൽ നിങ്ങൾ ആശ്ചര്യപ്പെടുകയാണോ? മുസ്ലിങ്ങളോടും അവിടെയുള്ള കുഫാറുകളോടുമായിക്കൊണ്ടുള്ള അള്ളാന്റെ ചോദ്യമാണ്. കൂട്ടരെ, ഈ വാർത്ത കേട്ടുകൊണ്ട് നിങ്ങൾ ചിരിക്കുകയാണോ? നിങ്ങൾ ചിരിക്കുകയാണോ? നിങ്ങൾ എന്തേ കരയാത്തത് എന്ന് അള്ളാഹുവിന്റെ ചോദ്യം. വഅന്തും സാമിദൂൻ. നിങ്ങളാകട്ടെ നിങ്ങൾ മേൽപോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്, എന്ന് വെച്ചാൽ അശ്രദ്ധയിലായിക്കൊണ്ടിരിക്കുകയാണല്ലോ നിങ്ങൾ. ഫസ്ജുദൂ ലില്ലാഹി വഅബ്ദൂൻ. നിങ്ങൾ അല്ലാഹുവിന് ഇബാദത്ത് എടുക്കുക, നിങ്ങൾ സുജൂദ് ചെയ്യുക എന്ന് പറഞ്ഞു.
പ്രവാചകനും സഹാബത്തും ഒന്നടങ്കം സുജൂദിലേക്ക് പോകുന്നു. പുറകിൽ പ്രവാചകനെയും സഹാബത്തിനെയും ആക്രമിക്കാൻ വന്ന ആ ശത്രുക്കൾ ഒരാളൊഴികെ മറ്റുള്ളവരൊക്കെയും സുജൂദിലേക്ക് പോവുകയുണ്ടായി. അപ്പൊ ശത്രുക്കളെ പോലും, ഇസ്ലാമിന്റെ ശത്രുക്കളെ പോലും സുജൂദ് ചെയ്യിപ്പിച്ചതാണ് തിലാവത്തിന്റെ സുജൂദ് എന്നുള്ളതാണ്. അത്രയും ശ്രേഷ്ഠമാണ് പരിശുദ്ധ ഖുർആനിന്റെ ഓരോ വചനങ്ങൾക്കും ഉള്ളത് എന്നുള്ളതാ. ശത്രുവിനെ പോലും സുജൂദ് ചെയ്യിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഈ ആയത്തിനെ സംബന്ധിച്ച് അബൂ ഹുറൈറയിൽ നിന്ന് ഇമാം ബൈഹഖി അദ്ദേഹത്തിന്റെ ശുഅബുൽ ഈമാൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആയത്ത് പാരായണം ചെയ്തുകൊണ്ട് സുജൂദ് ചെയ്തപ്പോൾ അന്ന് പ്രവാചകനെ ചുറ്റിപ്പറ്റിക്കൊണ്ട് ജീവിച്ചിരുന്ന കുറെ സാധു ജനങ്ങൾ ഉണ്ടായിരുന്നു. അവരൊക്കെയും ഇത് പാരായണം ചെയ്ത് കരഞ്ഞു തുടങ്ങി എന്നുള്ളതാണ്. അവരുടെ കരച്ചിലിന്റെ തേങ്ങലിന്റെ ശബ്ദം പ്രവാചകൻ കേൾക്കുകയാണ്. പ്രവാചകൻ അവരോട് ചോദിക്കുകയാണ്, എന്താ നിങ്ങളെ കരയിപ്പിച്ചത് എന്ന് പറഞ്ഞപ്പോൾ അഹ്ലു സുഫയുടെ ആളുകൾ പറയുകയാണ്, പ്രവാചകരെ ഈ ഒരു വചനമാണ് ഞങ്ങളെ കരയിപ്പിച്ചത് എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകന്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഒഴുകിക്കൊണ്ട് പ്രവാചകൻ പറഞ്ഞു, അള്ളാഹുവിനെ ഭയപ്പെട്ട് കരഞ്ഞവർ നരകത്തിൽ പോവുകയില്ല, അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിച്ചവർ അവർ സ്വർഗത്തിലും പോവുകയില്ല എന്ന് പ്രവാചകൻ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സഹോദരന്മാരെ, സഹോദരികളെ, മാറ്റങ്ങളുടെ കോളിളക്കങ്ങളും കൊടുക്കാറ്റുകളും സൃഷ്ടിച്ചതാണ് പരിശുദ്ധ ഖുർആൻ എന്നുള്ളതാണ്. ഈ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് കരഞ്ഞുപോയ ഒരു തലമുറ ഈ ഉമ്മത്തിലുണ്ടായിരുന്നു എന്നത് വസ്തുതയാണ് എന്നുള്ളതാണ്. എന്നാൽ ആ കരഞ്ഞവർ ആരൊക്കെയാണ്? ഞാൻ പറഞ്ഞുവല്ലോ, പാരാവാരം പോലെ പരന്നു കിടക്കുന്നതാണ് എന്നുള്ളത്. അവരെയാണ് നമ്മൾ സലഫുകൾ എന്ന് പറയുന്നത്. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് കരഞ്ഞുകൊണ്ട് ജീവിതത്തിൽ വന്നുപോയ ഒരുപാട് വീഴ്ചകൾ പരിശുദ്ധ ഖുർആനിലൂടെ മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് കരഞ്ഞുപോയ വിഭാഗമായിരുന്നു അവർ. പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, ഖുൽ ആമിനൂ ബിഹി ഔ ലാ തുഅ്മിനൂ ഇന്നല്ലദീന ഊതുൽ ഇൽമ മിൻ ഖബ്ലിക് ഇദാ യുത്ലാ അലൈഹിം യഖിറൂനൽ അദ്ഖാനി സുജ്ജദാ. ഖുൽ, നബിയെ അവർക്ക് പറഞ്ഞു കൊടുക്കൂ, ആമിനൂ ബിഹി ഔ ലാ തുഅ്മിനൂ, ഈ പരിശുദ്ധ ഖുർആനിൽ നിങ്ങൾ വിശ്വസിക്കട്ടെ വിശ്വസിക്കാതിരിക്കട്ടെ, അത് നിങ്ങളുടെ സൗകര്യം. നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം, ഇല്ലെങ്കിൽ തള്ളിക്കളയാം. എന്നാൽ ഒരു യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇന്നല്ലദീന ഊതുൽ ഇൽമ, അറിവ് ലഭിച്ച ആളുകൾ മിൻ ഖബ്ലി, ഈ വേദഗ്രന്ഥത്തിന് മുമ്പ് അറിവ് ലഭിച്ച, അല്ലാഹുവിനെ കുറിച്ച് അറിവ് ലഭിച്ച ഒരുപാട് ആളുകളുണ്ട്. ഇദാ യുത്ലാ അലൈഹിം ആയാതു, അവർക്ക് അല്ലാഹുവിന്റെ ആയത്തുകൾ ഓതി കേൾപ്പിച്ചു കൊടുത്താൽ അവരിൽ എങ്ങനെയായിരിക്കും മാറ്റങ്ങൾ ഉണ്ടാകുക? യഖിറൂനൽ അദ്ഖാനി സുജ്ജദാ, അവർ കരഞ്ഞുകൊണ്ട് സുജൂദിൽ വീഴുന്നവരായിരിക്കാം. അപ്പൊ മാറ്റങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ ഒന്നാമത്തെ ഗുണം എന്താണ്? അറിവ് സമ്പാദിക്കുക എന്നുള്ളതാണ്. അറിവാണ് മാറ്റങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അറിവില്ലാതെ ഒരു പ്രസ്ഥാനത്തിലേക്ക് ആര് കടന്നു വന്നാലും ഏത് നിമിഷവും അത് വന്നതിനേക്കാൾ സ്പീഡിൽ തിരിച്ചു പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അറിവ് കിട്ടിയാൽ എത്ര പ്രതിസന്ധി ഘട്ടങ്ങളാണ് എങ്കിലും അവർ അറിവിൽ ഉറച്ചു നിൽക്കും എന്നുള്ളതാണ്. അപ്പൊ യഥാർത്ഥത്തിലുള്ള അറിവ് സത്യത്തിൽ ഉറപ്പിച്ചു നിർത്തും എന്നതുപോലെ തന്നെ അവരെ കരയിപ്പിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ അറിവാണ് നമ്മൾ ആദ്യം മാറ്റങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അറിവിന്റെ ഫലമാണ് കരച്ചിൽ എന്നും ഇമാം ഖുർത്തുബി അദ്ദേഹത്തിന്റെ തഫ്സീർ വിശദീകരിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം പറയുകയാണ്, അൽ ബുക്കാ, കരയുക എന്നുള്ളത് സമറത്തുൽ ഇൽമുൻ നാഫിഅ, ഫലപ്രദമായ അറിവിന്റെ ഉൽപ്പന്നമാണ് കരയുക എന്നുള്ളത്. ഏത് പഠിച്ചുകൊണ്ട്? ദീന് പഠിച്ചുകൊണ്ട്, പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കിക്കൊണ്ടുള്ള കരച്ചിൽ അറിവിന്റെ ഉൽപ്പന്നമാണ് എന്നാണ് ഇമാം ഖുർത്തുബി വിശദീകരിക്കുന്നത്. അങ്ങനത്തെ ഒരു ചരിത്രത്തിലേക്ക് നമ്മളൊന്ന് എത്തിനോട്ടം നടത്തിയാൽ അറിവിലൂടെ കണ്ണീരൊഴുക്കിയവരും
അറിവ് കിട്ടിയപ്പോൾ വന്നുപോയ വീഴ്ചയിൽ കണ്ണീരൊഴുക്കിയവരുടെയും നീണ്ട നിര അറിവിൽ ഒന്നാമതായിക്കൊണ്ട് അറിവ് നേടിയ ആളുകളാണ് പ്രവാചകന്മാർ എന്നുള്ളതാണ്. ആ പ്രവാചകന്മാർ എപ്പോഴും കരച്ചിലാണ് കഴിച്ചുകൂട്ടിയിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇമാം മുഹമ്മദ് നസായി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, പ്രവാചകൻ നമസ്കരിക്കുമ്പോൾ അരികത്ത് പോയി നിന്നാൽ ചട്ടിയിലെ വെള്ളം തിളയ്ക്കുന്നത് പോലെ പ്രവാചകന്റെ ഹൃദയത്തിൽ നിന്നും തേങ്ങൽ വരുന്ന ശബ്ദം പുറമെ നിൽക്കുന്നവർക്ക് കേൾക്കാൻ കഴിയുമായിരുന്നു എന്നുള്ളതാണ്. നമ്മുടെ നമസ്കാരത്തിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുക. ഒറ്റയ്ക്കാണ് നമസ്കരിക്കുന്നത് എങ്കിൽ 4 റക്അത്തുള്ള നമസ്കാരം 3 റക്അത്ത് കഴിയുമ്പോഴേക്കും എത്രയായി എന്ന് പോലും നമുക്കറിയില്ല. എന്തേ കാരണം? നമുക്ക് നമസ്കാരത്തിലുള്ള ഖുശൂ ആണത്. നമ്മുടെ നമസ്കാരത്തിന്റെ ഖുശൂ ആണ്. ജമാഅത്തായി നമസ്കരിക്കുമ്പോൾ നമുക്ക് വീഴ്ച സംഭവിക്കാറില്ല. കാണണ്ടേ, അതിന്റെ ഉത്തരവാദിത്വം ഇമാമിനാണല്ലോ. ഇമാമ് നിൽക്കുമ്പോൾ നിൽക്കുക, ഇമാമ് കുനിയുമ്പോൾ കുനിയുക, ഇമാമ് സുജൂദ് ചെയ്യുമ്പോൾ സുജൂദ് ചെയ്യുക, ഇമാമ് സലാം വീട്ടുമ്പോൾ സലാം വീട്ടുക. നമ്മൾ 4 റക്അത്ത് നിസ്കരിച്ചു എന്നുള്ളതാണ്. അപ്പോ പ്രവാചകന്റെ അറിവ് വന്നു കിട്ടിയപ്പോൾ അദ്ദേഹത്തിനുണ്ടായിരുന്ന മാറ്റം. ഒരിക്കൽ ആയിഷ ബീവിയുടെ വീട്ടിൽ വെച്ചുകൊണ്ട് പ്രവാചകൻ തഹജ്ജുദ് നമസ്കരിക്കുകയാണ്. സുബഹിയോടടുത്ത സമയമായപ്പോൾ ബാങ്ക് വിളിക്കാൻ ബിലാൽ റളിയല്ലാഹു തആല അൻഹു പള്ളിയിലേക്ക് വരുന്നു. പ്രവാചകന്റെ തേങ്ങലും കരച്ചിലും കണ്ടുകൊണ്ട് ബിലാൽ റളിയല്ലാഹു തആല അൻഹു പ്രവാചകനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് തബ്കി, നിങ്ങൾക്കറിയുകയോ? എന്താണ് പ്രവാചകരെ നിങ്ങൾക്കറിയുന്നത്? വഖദ് അഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ, മുൻ കഴിഞ്ഞു പോയതും ഇനി വല്ലതും സംഭവിക്കാനുണ്ട് എങ്കിൽ എല്ലാം അല്ലാഹു നിങ്ങൾ പുറത്തു തന്നിരിക്കുന്നു. എത്ര സന്തോഷിക്കേണ്ടവനാണ് നിങ്ങൾ. അങ്ങനെയുള്ള നിങ്ങളാണോ കരയുന്നത് പ്രവാചകരെ എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ കൊടുത്ത മറുപടി എന്താണെന്ന് അറിയുമോ? അഫലാ അകൂന അബ്ദൻ ശകൂറ, എന്റെ കഴിഞ്ഞുപോയ പാപങ്ങളും വരാനിരിക്കുന്ന പാപങ്ങളൊക്കെയും എനിക്ക് മുൻകൂട്ടി പുറത്തു തന്ന എന്റെ റബ്ബിനോട് ഞാൻ നന്ദിയുള്ള ഒരു ദാസനാകേണ്ടതില്ലേ? സഹോദരന്മാരെ, ശരിയല്ലേ? ഒരു കാലഘട്ടത്തിൽ നമ്മുടെ മുമ്പ് കഴിഞ്ഞു പോയ അദ്ദേഹം വളരെയധികം ഗഹനമായി കൊണ്ട് തന്നെ പല കാര്യങ്ങളും നമുക്ക് മുമ്പിൽ സമർപ്പിക്കുകയുണ്ടായി. ഒരു കാലഘട്ടത്തില് എന്തിനെയാണെന്നറിയാതെ ആരാധിച്ചിരുന്ന നമ്മൾ ഇന്ന് അല്ലാഹുവിനെ മാത്രം ആരാധിക്കുന്ന, പ്രത്യേകിച്ച് നിങ്ങളുടെ ഈ കൊടുങ്ങല്ലൂർ മണ്ഡലം. ഞാൻ ഇപ്പൊ വരുമ്പോൾ കൂടെ കൊണ്ടുവന്ന എന്റെ സഹോദരനോട് പറഞ്ഞു, കൊടുങ്ങല്ലൂരിലേക്കാണ് പോകുക എന്നുള്ളത് ഞാൻ ആരോടും പറഞ്ഞില്ല, തൃശ്ശൂർ ജില്ലയിലേക്ക് ഇന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്നാ പറഞ്ഞു. കാണണ്ടേ, ഞങ്ങളുടെ വഴിക്കൊക്കെ കൊടുങ്ങല്ലൂർ എന്ന് പറഞ്ഞാൽ പേടിയാ. കാരണം അവിടേക്ക് എന്താ, എന്തിനാ പോകുന്ന ആളുകൾക്ക് അറിയാൻ അധികവും. അങ്ങനത്തെ ഒരു ചിത്രമുള്ളൊരു മേഖലയിലേക്ക് തൗഹീദ് പറയാൻ ഒരു അവസരം ഉണ്ടാവുക, തൗഹീദിന് വേണ്ടി നിങ്ങളുടെ ഒരു കൂട്ടൽ ഉണ്ടാവുക, ചില്ലറ കാര്യമല്ല, ചില്ലറ കാര്യങ്ങളല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ സന്തോഷിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് കിട്ടിയ സൗഭാഗ്യത്തെ ഓർത്തുകൊണ്ട് നമ്മൾ അല്ലാഹുവിന്റെ മുമ്പിൽ കണ്ണീരൊഴുക്കണം. റബ്ബേ, ഇന്ന് എന്റെ ചുറ്റുഭാഗങ്ങളിലുമുള്ള പല ആളുകളും ഇന്നും ഞങ്ങൾ പഴയ കാലത്ത് കഴിഞ്ഞുകൂടിയ അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലുമാണല്ലോ റബ്ബേ. അതിൽ നിന്ന് ഞങ്ങളെ കരകയറ്റിയ റബ്ബേ, നിന്റെ മുമ്പിൽ എത്ര സുജൂദ് ചെയ്താലും അത് അധികമാവുകയില്ല എന്ന് ഒരിക്കലെങ്കിലും നമുക്ക് ചിന്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സഹോദരന്മാരെ, സഹോദരികളെ, അത് നമ്മുടെ വിജയമാണ് എന്നുള്ള. അപ്പൊ ലഭ്യമായ അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർക്കുക, കരയുക എന്നത് വലിയ സൗഭാഗ്യമാണ് എന്നുള്ളതാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു വർള അദ്ദേഹം പറയുകയാണ്, ഖാല ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ എന്നോട് പറഞ്ഞു. ഇബ്നു മസ്ഊദ് പറയുകയാണ്. ആരാണ് ഇബ്നു മസ്ഊദ്? ഒരു മനുഷ്യന്റെ കൈയിന്റെ അത്ര നീളമേ അദ്ദേഹമുള്ളൂ, അത്രയും കുറുകിയ മനുഷ്യനാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു. പ്രവാചകൻ സഹാബത്തിനോട് ചോദിക്കുകയാണ്, ജിബ്രീലിന്റെ സ്വരത്തിൽ ഖുർആൻ കേൾക്കണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഇബ്നു മസ്ഊദിൽ നിന്ന് ഖുർആൻ കേട്ട് പഠിച്ചുകൊള്ളുക എന്നാ പറഞ്ഞത്. ഒരിക്കൽ നബിയും സഹാബത്തും ഉഹദ് മലയുടെ താഴ്വരയിൽ ഇരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ പ്രവാചകൻ ഇബ്നു മസ്ഊദിനോട് പറഞ്ഞു, ഇബ്നു മസ്ഊദ്, ഒരു അറാഖിന്റെ കോല് എനിക്കൊന്ന് പൊട്ടിച്ചു കൊണ്ടുവാ പല്ല് തേക്കാൻ. ഇബ്നു മസ്ഊദ് അറാഖിന്റെ മരത്തിലേക്ക് കയറുകയാണ്. ശക്തമായ കാറ്റാണ് ഉഹദിന്റെ താഴ്വരയിൽ അടിച്ചു വീശിക്കൊണ്ടിരിക്കുന്നത്. ഈ കയ്യിന്റെ നീളമുള്ള ഒരു മനുഷ്യന്റെ കയ്യും കാലിന്റെയും വലുപ്പം എത്ര ഉണ്ടായിരിക്കും?
ഇബ്നു മസ്ഊദിന് അറാഖിന്റെ ചില്ലകളിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. അദ്ദേഹത്തിന്റെ കാലുകൾ ഇങ്ങനെ ചില്ലകളിൽ നിന്ന് തെറ്റിപ്പോവുകയാണ്. അദ്ദേഹം മരത്തിൽ ഇങ്ങനെ കാറ്റ് താടിക്കൊണ്ടിരിക്കുകയാണ്. സഹാബത്ത് അദ്ദേഹത്തെ നോക്കി ചിരിച്ചു. പ്രവാചകൻ ചോദിക്കുകയാണ്, എന്താണ് കൂട്ടരെ നിങ്ങൾ ചിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ സഹാബത്ത് പറയുകയാണ്, പ്രവാചകരെ കണ്ടോ? ഇബ്നു മസ്ഊദിന്റെ സാഹസം കണ്ടുകൊണ്ട് ഞങ്ങൾ ചിരിച്ചു പോയതാണ് പ്രവാചകരെ. അദ്ദേഹത്തിന്റെ കൊച്ചു പാദങ്ങൾ ആ അറാഖിന്റെ ശിഖരങ്ങളിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ അദ്ദേഹം പ്രയാസപ്പെടുന്നത് കണ്ടോ പ്രവാചകരെ എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ പറയുകയാണ്, നിങ്ങൾക്ക് എന്തറിയാം? ഇബ്നു മസ്ഊദിന്റെ സ്ഥാനം അല്ലാഹുവിന്റെ അടുക്കൽ എന്താണെന്ന് നിങ്ങൾക്ക് എന്തറിയാം? ആ കാണുന്ന കൊച്ചു പാദങ്ങൾ ഉണ്ടല്ലോ, ഈ ഉഹുദ് മലയേക്കാൾ അള്ളാഹുവിന്റെ അടുക്കൽ ഭാരമുള്ളതാണ് കേട്ടോ എന്ന്. അതാണ് സലഫുകൾ. ഈ ഉഹുദ് മലയേക്കാൾ ഭാരമുള്ളതാണ് എന്നാണ്. എന്താണ് ഉഹുദി എന്ന വാക്കിന്റെ അർത്ഥം? മാലയിലെ ലോക്കറ്റിനാണ് ഉഹുദി എന്ന് പറയുക. മാലയുടെ എന്ന് വെച്ചാൽ ആ മാലയിൽ ഏറ്റവും തിളങ്ങി നിൽക്കുന്ന ഭാഗം മദീനയിൽ 20ഓളം കിലോമീറ്റർ ചുറ്റളവിൽ ഉയർന്നു പൊങ്ങി നിൽക്കുന്ന പർവ്വതമാണ് ഉഹുദ് മല എന്നുള്ളതാ. അത്രത്തോളം ഭാരമുള്ളതാണ്. അള്ളാഹുവിന്റെ അടുക്കൽ എന്ന് മാത്രം പേരും പെരുമയും നേടാൻ യോഗ്യത കിട്ടിയ ഇബ്നു മസ്ഊദിനോട് പ്രവാചകൻ പറയുകയാണ്, ഇബ്നു മസ്ഊദ് ഇഖ്റ അലയ്യൽ ഖുർആൻ, നിങ്ങൾ എനിക്കൊന്ന് ഖുർആൻ ഓതി തരുമോ എന്ന് പറഞ്ഞപ്പോൾ ഇബ്നു മസ്ഊദ് ചോദിക്കുകയാണ്, പ്രവാചകരെ ഞാനോ? അങ്ങേക്കോ? അങ്ങേക്കല്ലേ പ്രവാചകരെ ഈ ഖുർആൻ അവതരിച്ചത്? അങ്ങനെയുള്ള ഞാൻ അങ്ങേക്ക് ഓതി കേൾപ്പിക്കണമോ? അതെ, മറ്റൊരാളിൽ നിന്ന് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് അങ്ങയിൽ നിന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞു. ഇബ്നു മസ്ഊദ് ആ ജിബ്രീലിന്റെ സ്വരത്തിൽ ഖുർആൻ പാരായണം ചെയ്യുകയാണ് പ്രവാചകന്റെ മുന്നിലിരുന്നു കൊണ്ട്. അങ്ങനെ സൂറത്ത് നിസായിലെ 41-ാമത്തെ ആയത്തിലേക്ക് എത്തിയും فكيف إذا جئنا من كل أمة بشهيد وجئنا بك على هؤلاء شهيدا. ഈ ആയത്തെത്തിയപ്പോൾ ഇബ്നു മസ്ഊദിനെ നോക്കിക്കൊണ്ട് പ്രവാചകൻ പറഞ്ഞു, ഹസ്ബുകൽ ആൻ. ഇബ്നു മസ്ഊദേ മതി മതി, നിർത്തു, മതി എന്ന് പറഞ്ഞു. ഇബ്നു മസ്ഊദ് പറയുകയാണ്, ഞാൻ പ്രവാചകരിലേക്ക് നോക്കിയപ്പോൾ പ്രവാചകന്റെ താടി രോമങ്ങളും കുതിർന്ന് കണ്ണുനീർ തുള്ളികൾ താഴെ എത്തിയിരിക്കുന്നു എന്ന്. എന്തായിരുന്നു പ്രവാചകരെ കരയിപ്പിച്ചത് എന്നുള്ളതാണ്. ഫകൈഫ ഇദാ ജിഇനാ മിൻ കുല്ലി ഉമ്മ. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം തൊട്ട് അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വരെയുള്ള സകല പ്രവാചകന്മാരുടെയും ഉമ്മത്തിനെ നാളെ മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടും. പ്രവാചകരെ എങ്ങനെയുണ്ടാകും? ഫകൈഫ ഇദാ ജിഇനാ മിൻ കുല്ലി ഉമ്മ. എല്ലാ ഉമ്മത്തിനെയും ഞാൻ ഒരുമിച്ച് കൂട്ടും. താങ്കളാകട്ടെ ബിശഹീദിൻ ബിജിനാ ബിക അലാ ഹഉലാഇ ഷഹീദാ, ഈ ഉമ്മത്തിന് സാക്ഷിയായി അങ്ങയെ ഞാൻ ഹാജരാക്കും എന്ന് പറഞ്ഞപ്പോഴാണ് പ്രവാചകൻ കരഞ്ഞു പോയത്. നമുക്കൊക്കെ സാക്ഷി പറയേണ്ടി വരുമല്ലോ, ഈ ഉമ്മത്തിന് ഞാൻ സാക്ഷി പറയേണ്ടി വരുമല്ലോ എന്ന് ഓർത്ത് പ്രവാചകൻ കരഞ്ഞു പോവുകയാണ്. സഹോദരന്മാരെ, സഹോദരികളെ, നമ്മളെ കരയിപ്പിച്ചോ? എനിക്ക് വേണ്ടി എന്റെ റസൂൽ സാക്ഷി പറയുന്നത് എങ്ങനെയായിരിക്കുമെന്ന് നമ്മളൊന്ന് ഒരു നേരം എത്ര നമ്മൾ ഖുർആൻ പാരായണം ചെയ്തു, എത്ര തവണ നമ്മൾ മനഃപ്പാഠമാക്കിക്കൊണ്ടിരുന്നു. പക്ഷെ ഒരു നിമിഷമെങ്കിലും പ്രവാചകനെ കരയിപ്പിച്ചത് എന്തുകൊണ്ട്? എനിക്ക് വേണ്ടി പ്രവാചകൻ നഷ്ടത്തിന്റെ സാക്ഷി പറയുമോ, നേട്ടത്തിന്റെ സാക്ഷി പറയുമോ? നമ്മൾ ചിന്തിച്ചോ സഹോദരന്മാരെ, സഹോദരികളെ? അതാണ് പ്രവാചകനെ കരയിപ്പിച്ചത്. ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഒരു ഹദീസ് കൂടിയാണിത്. അപ്പോൾ അറിവിന്റെയും വിനയത്തിന്റെയും ഭാഗമാണ് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടുള്ള കരച്ചിൽ എന്നുള്ളതാണ്. സഹോദരന്മാരെ, നമ്മുടെ ചുമലുകളിൽ എത്രയോ ആളുകളെ വഹിച്ചു കൊണ്ടുപോയി ഖബറടക്കം നടത്തിയവരാണ്. എത്രയോ ജനാസകൾക്ക് നമ്മൾ നമസ്കാരം നിർവഹിച്ചവരാണ്. പലപ്പോഴും കൂട്ടത്തിൽ തന്നെ ഖബർ കുഴിച്ച ആളുകൾ ഉണ്ടായിരിക്കും. പ്രവാചകൻ ഒരിക്കൽ ഒരു ഖബർ കുഴിക്കുമ്പോൾ ആ പണി തീരാത്ത ഖബറിന്റെ അരികത്ത് പോയിരുന്നു. സഹാബത്ത് പറയുകയാണ്, പ്രവാചകന്റെ കണ്ണുനീർ തുള്ളികൾ കൊണ്ട് ആ ഖബറിന്റെ ഓരം നനഞ്ഞു പോയി എന്നുള്ളത്. പ്രവാചകൻ പറയുകയാണ്, ഈ ഖബറിലെ ശിക്ഷയിൽ നിന്ന് നിങ്ങൾ രക്ഷ തേടിക്കൊള്ളുക കൂട്ടരെ എന്ന് പ്രവാചകൻ ഖബറിനെ നോക്കിക്കൊണ്ട് കരഞ്ഞ സംഭവം ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളതാണ്.
ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ പറയുന്ന മറ്റൊരു സംഭവമുണ്ട്. പ്രവാചകൻ രാത്രി നമസ്കാരം നിർവഹിക്കുകയാണ്. ആ രാത്രി നമസ്കാരം നിർവഹിക്കുമ്പോൾ സൂറത്തുൽ മാഇദയിലെ 118 ആയത്ത് വായിക്കുകയാണ്. അമാനി മൗലവിയുടെ തഫ്സീറൊക്കെ ഒന്ന് വായിക്കുമ്പോൾ ഈ ആയത്തൊന്ന് നിങ്ങൾ പ്രത്യേകം കണ്ണോടിച്ചു നോക്കുക. അതിൽ പറയുന്നത് ഇൻ തുഅദ്ദിബഹും ഫഇന്നഹും ഇബാദുക വഇൻ തഗ്ഫിർ ലഹും ഫഇന്നക അൻതൽ അസീസുൽ ഹകീം. ഈ ആയത്ത് ഓതിക്കൊണ്ട് പ്രവാചകൻ നേരം വെളുപ്പിച്ചു എന്നാ പറയുന്നത്. ഈ ഒരൊറ്റ ആയത്ത് ഓതിക്കൊണ്ട് നേരം വെളുപ്പിച്ചുകൊണ്ടേയിരുന്നു. ഇതിങ്ങനെ ആവർത്തിച്ച് പ്രവാചകൻ പാരായണം ചെയ്തുകൊണ്ട് പ്രവാചകൻ അള്ളാഹുവിനോട് പറയുകയാണ്, അല്ലാഹുമ്മ ഉമ്മത്തി, അല്ലാഹുമ്മ ഉമ്മത്തി, അല്ലാഹുമ്മ ഉമ്മത്തി. റബ്ബേ എന്റെ സമുദായം, അല്ലാഹുവേ എന്റെ സമുദായം. എന്തേ പ്രവാചകൻ അത്രമാത്രം പറയിപ്പിച്ചത് എന്നുള്ളതാണ്. അതിൽ പറയുകയാണ് ഇൻ തുഅദ്ദിബഹും ഫഇന്നഹും ഇബാദുക. റബ്ബേ നീ ശിക്ഷിക്കുകയാണെങ്കിൽ ഇവർ നിന്റെ അടിമകൾ മാത്രമാണ്, നീ അവരുടെ യജമാനനാണ് കേട്ടോ. നീ അവരെ ശിക്ഷിക്കുകയാണെങ്കിൽ അവർ നിന്റെ അടിമകളാണ്. ഈ ലോകത്തുള്ള സകല വിശ്വാസികളുടെ ഈമാൻ ഒരു തട്ടിലും അബൂബക്കറിന്റെ ഈമാൻ മറുതട്ടിലും വെച്ചാൽ അതിനാണ് കനം തൂങ്ങുക എന്നാ പറയുന്നത്. അത്രമാത്രം വിശ്വാസത്തിൽ അഗാധതയിലേക്ക് ഇറങ്ങിച്ചെന്ന ആളാണ് അബൂബക്കർ സിദ്ദീഖ് എന്നുള്ളതാ. പ്രവാചകന്റെ ഇസ്രാ മിഅ്റാജ് കഴിയുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വർള അദ്ദേഹം സ്ഥലത്തില്ലാത്ത സന്ദർഭത്തിലാണ്. അദ്ദേഹം ഒരു തുണിക്കച്ചവടക്കാരനാണ്. ആ തുണിക്കച്ചവടത്തിന് അദ്ദേഹം യസ്രിബ് വിട്ടുകൊണ്ട് പല സ്ഥലങ്ങളിലേക്ക് പോകാറുള്ള ഒരാൾ കൂടിയാണ്. അങ്ങനെ അദ്ദേഹം കച്ചവടം കഴിഞ്ഞ് വരുമ്പോഴേക്കാണ് പ്രവാചകന്റെ ഇസ്രാ മിഅ്റാജ് കഴിഞ്ഞ വാർത്ത മക്കയിൽ വല്ലാത്തൊരു പാട്ടായി മാറിയിരിക്കുകയാണ്. അബൂജഹലിനും കൂട്ടുകാർക്കും കിട്ടിയ ഒരു കളിപ്പാട്ടമായിരുന്നു അത്. ആ കളിപ്പാട്ടവും കൊണ്ട് നേരെ സ്വീകരിക്കാൻ പോകുന്നത് അബൂബക്കർ സിദ്ദീഖിനെയാണ്. കച്ചവടം കഴിഞ്ഞു വരുന്ന അബൂബക്കർ സിദ്ദീഖിനെ മക്കയുടെ അതിർത്തിയിൽ വെച്ചുകൊണ്ട് ഇവർ ഹാർദവമായി സ്വാഗതം ചെയ്തു. അവർ പറയുകയാണ് അബൂബക്കർ സിദ്ദീഖിനോട്, അല്ല അബൂബക്കറെ, താങ്കൾക്കറിയുമോ താങ്കളുടെ കൂട്ടുകാരനെ കുറിച്ചുള്ളൊരു വാർത്ത? എന്താണ് ഇത്ര വല്ലാത്തൊരു വാർത്ത നിങ്ങൾക്ക് പറയാൻ മാത്രം? ഇന്നലെ രാത്രി മാസങ്ങൾ വഴി ദൂരമുള്ള ഫലസ്തീനിലേക്കും അവിടുന്ന് 7 വാനങ്ങളും കടന്ന് റബ്ബിന്റെ അടുക്കിലേക്കും നിന്റെ കൂട്ടുകാരൻ മുഹമ്മദ് പോയത്രേ എന്ന് പറഞ്ഞു. മുഹമ്മദ് അത് പറഞ്ഞു എങ്കിലും സത്യമാണല്ലോ, അതിലും വലിയ വാർത്തയിൽ വിശ്വസിക്കുന്നവനാണ് ഞാൻ. പിന്നെ മുഹമ്മദ് അങ്ങനെ പറഞ്ഞുവെങ്കിൽ അതിൽ വിശ്വസിക്കാതിരിക്കാൻ മാത്രം എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു. അതെന്താ അതിലും വലിയ വാർത്ത? ആ 7 വാനലോകങ്ങൾക്കപ്പുറം വെച്ച് ദിവസവും ഇറങ്ങുന്ന വഹിയിൽ വിശ്വസിക്കുന്നവനാണ് എങ്കിൽ അവിടെ എന്റെ ഒരു പ്രവാചകൻ വന്നു എന്നുള്ളത് എനിക്ക് തള്ളിക്കളയേണ്ട ആവശ്യമില്ലല്ലോ. അബൂബക്കർ സിദ്ദീഖ് നേരെ പ്രവാചകന്റെ അടുക്കിലേക്ക് പോയി പ്രവാചകരോട് പറയുകയാണ്, പ്രവാചകരെ ഇതാ ആളുകൾ ഇങ്ങനെയൊക്കെ പറയുന്നു, എന്താ പ്രവാചകരെ സത്യാവസ്ഥ എന്ന് ചോദിച്ചു. പ്രവാചകൻ ആ കേട്ടത് സത്യമാണ് എന്നല്ല പറഞ്ഞത്. അബൂബക്കർ, താങ്കൾ എന്താണ് പ്രതികരിച്ചത് എന്നാണ് ചോദിച്ചത്. താങ്കൾ എന്താണ് പ്രതികരിച്ചത് അവർ പറഞ്ഞപ്പോൾ എന്ന് പറഞ്ഞപ്പോൾ, അങ്ങ് പറഞ്ഞത് സത്യമാണെന്ന് ഞാൻ പറഞ്ഞു പ്രവാചകരെ, എങ്കിൽ അങ്കിൾ സിദ്ദീഖ് കൂടിയാണ് കേട്ടോ എന്നാണ്. അങ്ങനെയാണ് അബൂബക്കർ എന്നതിന്റെ കൂടെ സിദ്ദീഖ് എന്ന പേര് കൂടി വന്നത് എന്നുള്ള. അപ്പൊ അബൂബക്കർ സിദ്ദീഖ്, ഇവിടെ നമ്മുടെ ഇടയിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് എങ്കിൽ നമ്മളതിനെ വിലയിരുത്തുന്നത് ഖുർആനും സുന്നത്തും വെച്ചുകൊണ്ടല്ല എന്നുള്ളതാണ്. നമ്മൾ വിലയിരുത്തുന്നത് സമൂഹത്തിൽ പ്രമാണിമാരെ സംഭവിക്കുന്ന വീഴ്ചകളെ നോക്കിക്കൊണ്ടാണ് എന്നുള്ള. പ്രമാണിമാരുടെ വീഴ്ചകൾ നോക്കാനുള്ള ഉത്തരവാദിത്വം, അല്ലെങ്കിൽ നേതൃത്വ സ്ഥാനത്ത് ഇരിക്കുന്നവരുടെ വീഴ്ചകൾ നോക്കാനുള്ള ഉത്തരവാദിത്വം അല്ലാഹ് ഒരാളെയും ഏൽപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? മനുഷ്യരാണ് അവർ. മനുഷ്യ സഹജമായ വീഴ്ചകൾ അവർ സംഭവിച്ചു പോയി എന്നുള്ളതാണ്. റബ്ബേ നീ അവർക്ക് പുറത്തു കൊടുക്ക്. ഞങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്നവരാണ് റബ്ബേ. മനുഷ്യ സഹജമായ വീഴ്ചകൾ അവരിൽ സംഭവിച്ചു പോയി, നീ മാപ്പാക്കി കൊടുക്ക് എന്ന് പറയേണ്ടതിന് പകരം രാഷ്ട്രീയ നിലപാടാണ് സത്യത്തിൽ നമ്മൾ ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. രാഷ്ട്രീയക്കാർ അങ്ങനെയാണല്ലോ. നിലവിലുള്ള നേതാക്കന്മാരുടെ ന്യൂനതകൾ സമൂഹത്തിന് മുമ്പിൽ നോട്ടീസ് അടിച്ച് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കും. വീടാന്തരം കയറി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കും. ആളുകൾക്കൊക്കെ അറിയാം അവർ ആ തെറ്റിൽ പെട്ടുപോയിരിക്കുന്നു എന്നുള്ളത് ശരിയാണ്. എന്നത്തവണ അയാൾ വേണ്ട, വോട്ട് മറിച്ചു കുത്തി. അടുത്ത പ്രാവശ്യം വരുമ്പോഴോ
ഇതേ നേതാക്കന്മാരെ കുറിച്ച് അവരും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതല്ലേ ഇന്ന് മുവഹിദുകൾക്കിടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അയാളുടെ പുറകിലോ എന്നോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് എങ്ങനെയാണ് അവിടെ കൂടെ നിൽക്കാൻ കഴിയുന്നത് എന്ന്. ഞാൻ അവരോട് പറഞ്ഞൊരു മറുപടി ഉണ്ടായിരുന്നു. ഞാൻ പള്ളിയിൽ നമസ്കരിക്കുകയാണ്, എന്റെ സെഫിൽ, ഞാൻ നിൽക്കുന്ന സെഫിൽ 50 ആളുകളുണ്ട് എന്ന് വിചാരിക്കുക. എന്റെ കൂടെ നിൽക്കുന്ന ഒരാൾ മദ്യപിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. നിങ്ങൾ ചോദിക്കുകയാണ് എന്നോട്, ആ മദ്യപാനിയുടെ കൂടെ നിന്ന് നമസ്കരിക്കാൻ, ആ പള്ളിയിൽ നമസ്കരിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിഞ്ഞു എന്ന് എന്നോട് ചോദിച്ചാൽ, നിങ്ങൾക്ക് ഇറങ്ങി വന്നൂടെ എന്ന് ചോദിച്ചാൽ, ഞാനാണോ ഇറങ്ങിപ്പോകേണ്ടത്? ഞാനാണോ ഇറങ്ങിപ്പോകേണ്ടത്? ഇറങ്ങിപ്പോകേണ്ടത് അദ്ദേഹമാണ്, ഞാനല്ല. തെറ്റുകാരൻ അദ്ദേഹമാണ്. അങ്ങനെ ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ തെറ്റ് ചെയ്ത ആളുകൾ തിരുത്തുക എന്നതല്ലാതെ അവിടെ നിന്ന് ഇറങ്ങി വരിക എന്നുള്ളത് പ്രമാണമല്ല, അത് പ്രമാണ വിരുദ്ധമാണ് എന്നുള്ളതാ. എന്തുകൊണ്ടാണത്? അതാണ് ഞാൻ ആദ്യം പറഞ്ഞു വെച്ചത്. അറിവ് നമ്മൾ യഥാർത്ഥ സ്രോതസ്സിൽ നിന്ന് നേടിയെടുക്കുമ്പോൾ നമ്മൾ ഒരിക്കലും സത്യത്തിനെതിരായി നിലകൊള്ളുകയില്ല. ഇമാം മഅ്മൂമിന്റെ കാലഘട്ടങ്ങളിൽ ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് എന്ന് പറയണമെന്ന് രാജകൽപ്പന വന്നു. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിനോടാ പറയുന്നത്, ഖുർആൻ അള്ളാഹിന്റെ സൃഷ്ടിയാണെന്ന് പറയണം. അദ്ദേഹം പറഞ്ഞു, ഞാൻ പറയില്ല. കാരണം അന്ന് ലോക പ്രസിദ്ധനാണ്, ഇന്നും അങ്ങനെ തന്നെയാണ് കേട്ടോ. കാരണം അദ്ദേഹത്തിന്റെ ജനാസയ്ക്ക് പങ്കെടുത്ത അത്ര ആൾ പിന്നെ ലോകം കണ്ടിട്ടില്ല എന്നാ പറയുന്നത്. കടപ്പുറത്ത് വെച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ജനാസ നമസ്കാരം. കടലോരം മുഴുവനും നിറഞ്ഞു കവിഞ്ഞ് അവസാനം ആളുകൾക്ക് നിൽക്കാൻ ഇടമില്ലാതെ വന്നപ്പോൾ പായക്കപ്പലുകൾ കടലിൽ നിരത്തിയിട്ട് കാണാൻ കഴിയാത്ത അത്രയും ദൂരം സമുദ്രത്തിൽ വെച്ചുകൊണ്ട് ജനാസ നമസ്കരിച്ച ഏക മുസ്ലിം ഉണ്ട് എങ്കിൽ അതാണ് ഇമാം മാലിക് റഹ്മഹുല്ലാഹ്. അദ്ദേഹത്തോടാണ് ആവശ്യപ്പെട്ടത്, ഖുർആൻ അല്ലാഹുവിന്റെ സൃഷ്ടിയാണെന്ന് നിങ്ങൾ പറയണമെന്ന്. ഞാൻ പറയില്ല, അത് അല്ലാഹുവിന്റെ കലാമാണ്. ക്രൂരമായ മർദ്ദനത്തിന് ഇരയായി തീർന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ 2 കൈകൾ പൊക്കാൻ കഴിയാത്ത രൂപത്തെ തളർന്നുപോയി. അതിനുശേഷം അദ്ദേഹം നമസ്കരിക്കുമ്പോൾ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയിട്ടില്ല. അതുകൊണ്ടാണെന്ന് മാലിക് മദ്ഹബിന്റെ ആളുകളെ നിങ്ങൾ നോക്കുക, അവർ അല്ലാഹു അക്ബറുടെ കൈ ഇങ്ങനെ നിൽക്കുള്ളൂ, അവർ കൈ ഉയർത്തില്ല, കൈ കെട്ടൂല്ല. കാരണം എന്താണ്? അവിടെ ഇമാമ് കൈ ഉയർത്തിയിട്ടില്ല, കെട്ടിയിട്ടില്ല. സത്യാവസ്ഥ അവർ മനസ്സിലാക്കിയിട്ടില്ല എന്നർത്ഥം. അതിനുശേഷം അദ്ദേഹം കൈ ഉയർത്തി കെട്ടിയിട്ടില്ല. അങ്ങനെ ഇദ്ദേഹത്തെ കാരാഗ്രഹത്തിൽ ഇട്ടിരിക്കുകയാണ്. ജനങ്ങൾ ഇളകി മറിഞ്ഞ് ഭരണകൂടത്തിനെതിരെ ഭരണകൂടം ഭയപ്പെട്ടു പോയി. ജനങ്ങൾ ഒരൊറ്റക്കെട്ടായി നിൽക്കുകയാണ്. ഭരണകർത്താക്കൾ അവരുടെ കുറച്ചാളുകളേ ഉള്ളൂ, അവർക്കൊന്നും ചെയ്യാൻ പറ്റാതെയായി. ഭരണകർത്താക്കളെ തലവന്മാർ ജയിലിൽ കിടക്കുന്ന ഇമാം മാലിക്കിന്റെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു, ഇമാം, അങ്ങൊന്ന് ജനങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടെന്ന് ശാന്തപ്പെടുത്തണം, നിങ്ങളൊന്ന് ആശ്വസിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ജനങ്ങൾക്ക് മുമ്പിലേക്ക് കടന്നു വന്ന് പ്രയാസത്തോടുകൂടി കടന്നു വന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഖുർആനും സുന്നത്തും അനുസരിച്ചുകൊണ്ട് നേതാക്കന്മാർ നിലകൊള്ളും കാലത്തോളം അവരിൽ വരുന്ന വ്യക്തിയിലെ വീഴ്ചകൾക്ക് നിങ്ങൾ ഒരിക്കലും ഇളകി മറിയരുത്. അത് നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ശിക്ഷ ഇറങ്ങും. അതുകൊണ്ട് ജനങ്ങളെ ശാന്തമായി പിരിഞ്ഞു പോവുക. ഇമാമിന്റെ വാക്ക് കേൾക്കേണ്ട താമസം ജനങ്ങളെല്ലാവരും പിരിഞ്ഞുപോയി. എന്തേ കാരണം? അറിവ് നേടിയപ്പോൾ വിപ്ലവങ്ങൾ ഉണ്ടാക്കാതെ, ഛിദ്രതയുണ്ടാക്കാതെ, ഭിന്നിപ്പുണ്ടാക്കാതെ മാറി നിൽക്കാൻ കഴിയുക അറിവിന്റെ ആളുകൾക്കാണ് എന്നുള്ളതാണ്. അതാണ് ഇമാം ഖുർത്തുബി പറഞ്ഞത്, അറിവിന്റെ കനിയാണ് കരച്ചിൽ എന്നുള്ളത്. എനിക്കൊരാളെ നന്നാക്കാൻ കഴിഞ്ഞില്ല എന്ന് വരാം, പക്ഷെ നിങ്ങളെ മുഴുവനും കേടുവരുത്താൻ ചിലപ്പോൾ എന്നെ കൊണ്ട് കഴിഞ്ഞെന്ന് വരും. അപ്പൊ അതുകൊണ്ട് എനിക്കൊരാളെ നന്നാക്കാൻ കഴിഞ്ഞില്ല എങ്കിലും ഞാൻ കാരണം ഒരാൾ കേടുവരരുത് എന്ന് ചിന്തിക്കാനെങ്കിലും നമുക്ക് കഴിയുക എന്നുള്ളതാണ്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ഈ അറിവ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ഒരിക്കൽ ഒരു പക്ഷിയെ നോക്കിക്കൊണ്ട് പറയുകയാണ്, തൂബാലക യാ തീർ, പക്ഷിയെ നിനക്ക് സർവ്വവിധ മംഗളങ്ങളും, പക്ഷിയെ നിനക്ക് സർവ്വവിധ മംഗളങ്ങളും. ലൈസ അലൈക ഹിസാബുൻ വലാ അദാബുൻ, നിനക്ക് ശിക്ഷയില്ല, നിനക്ക് വിചാരണയില്ല. നിന്നെ പോലത്തെ ഒരു പക്ഷി ഞാനും ആയിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ആരായി പറഞ്ഞത്? ലോകത്തുള്ള സകല വിശ്വാസികളുടെയും ഈമാൻ ഒരു തട്ടിലും അബൂബക്കറിന്റെ ഈമാൻ മറുതട്ടിലും വെച്ചാൽ അബൂബക്കറിന്റെ ഈമാനാണ് കനം തൂങ്ങുക എന്ന് പറഞ്ഞ ആ സ്വഹാബിയുടെ വാക്കുകളായിരുന്നു ഇത് എന്നുള്ളതാണ്. അതുപോലെ ഒരുപാട് സംഭവങ്ങൾ
അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് പാരായണം ചെയ്ത് പൂർത്തീകരിക്കാൻ കഴിയാത്ത ഒരായത്ത് പരിശുദ്ധ ഖുർആനിലുണ്ട്. നമുക്കെല്ലാവർക്കും അത് മനപ്പാടവുമാണ് എന്നുള്ളതാണ്. സൂറത്ത് നബയിലെ അവസാനത്തെ ആയത്ത്, ഇന്നാ അൻദർനാകും അദാബൻ ഖരീബാ യൗമ യൻദുറുൽ മർഉ മാ ഖദ്ദമത് യദാഹ് വയഖൂലുൽ കാഫിറു യാ ലൈതനി കുന്തു തുറാബാ. നമുക്കെല്ലാവർക്കും മനപ്പാടമുള്ള ഒരു ആയത്താണത്. എന്താ ഈ പറയുന്നത്? ഇന്നാ അൻദർനാകും അദാബൻ ഖരീബാ. കൂട്ടരെ, നിങ്ങളുടെ സമീപത്തുള്ള ഒരു ശിക്ഷയെ കുറിച്ച് നിങ്ങൾക്ക് ഞാൻ മുന്നറിയിപ്പ് നൽകുന്നു. നമ്മുടെയൊക്കെ വിചാരം എന്താ? ഇനിയും എത്രയോ കാലം നമ്മൾ ഇവിടെ ജീവിക്കും, അതും കഴിഞ്ഞ് എത്രയോ കാലം കഴിഞ്ഞാണ് ഇനി പരലോകം എന്നത് ഉണ്ടാവുകയാണെങ്കിൽ തന്നെ ഉണ്ടാവാൻ പോകുന്നത്. അതിന് ഞാനിപ്പോഴെന്തിന് എന്റെ ഉറക്കം കെടുത്തുന്നത്, എന്റെ അവസരങ്ങൾ പാഴാക്കുന്നത് എന്ന ചിന്തയാണ് നമ്മളിലെ നല്ലൊരു വിഭാഗം ആളുകളെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാ. അല്ല, ഇതാ നോക്കുക, അവർ ചിന്തിക്കുന്നത് എങ്ങനെയാണ്? മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ചെയ്തു വെച്ചതായ പ്രവർത്തനങ്ങളെ കുറിച്ച് നഗ്നദൃഷ്ടി കൊണ്ട് നേർക്ക് നേരെ കാണുന്ന ഒരു ദിവസം വരാനുണ്ട് കേട്ടോ. സത്യത്തെ തള്ളിക്കളഞ്ഞ ആളുകൾ അന്ന് വിലപിച്ചു പോകും. അന്ന് റബ്ബിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് അവൻ പറഞ്ഞു പോകും, റബ്ബേ, ഈ ഭൂമിയിൽ ഒരു മൺതരിയായിരുന്നുവെങ്കിൽ ഞാൻ എത്ര നന്നായിരുന്നു. എനിക്ക് ഈ ശിക്ഷകളൊന്നും കാണേണ്ടി വരികയില്ല, അനുഭവിക്കേണ്ടി വരികയില്ലല്ലോ എന്നോർത്തുകൊണ്ട് അവർ കരഞ്ഞു പോകും എന്ന ഈ ആയത്ത് അദ്ദേഹത്തിന് ഓതി പൂർത്തീകരിക്കാൻ കഴിയാതെ വന്നത് ആ ആയത്തിന്റെ അന്തസത്ത മനസ്സിലാക്കിയതിന്റെ പേരിലാണ്. നമ്മൾ മനപ്പാടമാക്കി, പക്ഷെ മനസ്സിലാക്കിയില്ല എന്നതാണ് നമ്മുടെ തകരാറ് എന്നുള്ളതാണ്. മാത്രമല്ല, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മകളാണല്ലോ ആയിഷ ബീവി, പ്രവാചക പത്നി. അവരെ കുറിച്ച് അബൂബക്കർ സിദ്ദീഖിന്റെ സംരക്ഷണത്തിന് കീഴിൽ കഴിയുന്ന മിസ്തഹി എന്ന മറ്റൊരു സഹാബി അപരാധം പറഞ്ഞു പരത്തുകയാണ്. ആരെ കുറിച്ച്? അദ്ദേഹത്തിന്റെ മകളാണ്, അബൂബക്കർ സിദ്ദീഖിന്റെ മകളാണ്, പ്രവാചകന്റെ പത്നിയാണ്, വിശ്വാസികളുടെ ഉമ്മയാണ്. അവരെ സംബന്ധിച്ച് അപവാദം പറഞ്ഞു പരത്തുകയുണ്ടായി. സംഭവം അബൂബക്കർ സിദ്ദീഖിന്റെ ചെവിയിലും എത്തി. അബൂബക്കർ സിദ്ദീഖ് ശപഥം ചെയ്തുകൊണ്ട് പറയുകയാണ്, ഇനി മുതൽ മിസ്താഹിന് എന്റെ വകയായിക്കൊണ്ട് യാതൊരു സഹായമോ സംരക്ഷണമോ ഇല്ല എന്നുള്ളത്. ഉടനെ ആയത്തിറങ്ങുകയാണ്, വൽയഅഫു വൽയസ്ഫഹു അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും വല്ലാഹു ഗഫൂറുർ റഹീം. ആരാണ് ഈ പറയുന്നത്? അബൂബക്കർ സിദ്ദീഖ് പറയുന്നത്. അബൂബക്കർ സിദ്ദീഖ് പറയുമ്പോൾ ലോകത്തുള്ള സകല വിശ്വാസികളുടെ ഈമാൻ ഒരു തട്ടിലും അബൂബക്കറിന്റെ ഈമാൻ മറുതട്ടിലും വെച്ചാൽ അതിനാണ് കനം തൂങ്ങുക എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാരെ കഴിച്ചാൽ അടുത്ത സ്ഥാനമുള്ള ആള് എന്നർത്ഥം. ആ മനുഷ്യന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ അല്ലാഹ് അംഗീകരിക്കല്ലേ വേണ്ടത്? അത് ശരിവെക്കുകയല്ലേ വേണ്ടത്? അല്ലാഹ് തിരിച്ച് ചോദിക്കുകയാണ്, എന്ത്? നിങ്ങൾക്ക് മാപ്പ് നൽകിക്കൂടെ? അല്ലാഹ് ചോദിക്കുകയാണ്, മിസ്തഹിനും നിങ്ങൾക്കൊരു മാപ്പ് കൊടുത്തുകൂടെ? അദ്ദേഹത്തോടൊരു വിട്ടുവീഴ്ച ചെയ്തുകൂടെ അബൂബക്കറെ താങ്കൾക്ക്? അലാ തുഹിബ്ബൂൻ, നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ അബൂബക്കറെ? അല്ലാഹുവിന്റെ ചോദ്യമാണ്, അലാ തുഹിബ്ബൂൻ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? അയ്യഗ്ഫിറല്ലാഹു ലക്കും, നിങ്ങൾ സംഭവിച്ചു പോയ വീഴ്ചകൾക്ക് മാപ്പ് കിട്ടണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമില്ലേ, ഇഷ്ടമില്ലേ? വല്ലാഹു ഗഫൂറുർ റഹീം, അല്ലാഹ് പൊറുക്കുന്നവനാണ്, കരുണ വർഷിക്കുന്നവനാണ്. ഇത് കേട്ടപ്പോൾ അബൂബക്കറിന്റെ പ്രതികരണം എന്തായിരുന്നു? തീർച്ചയായും എനിക്കെന്റെ റബ്ബ് പുറത്തു തരണമെന്ന ആഗ്രഹം എനിക്കുണ്ട്. പിന്നീട് ചരിത്രം പറയുകയാണ്, മുമ്പത്തേക്കാൾ കൂടുതൽ പരിഗണന മിസ്തഹിന് അദ്ദേഹം നൽകി എന്നുള്ളതാണ്. സഹോദരന്മാരെ, നമുക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴോ ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യുന്ന ഒരു അവസ്ഥ നമ്മളിൽ ഇല്ല എന്നുള്ളതാണ്. ഒരിക്കലും ഒരു വിട്ടുവീഴ്ചയില്ല. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങൾ എടുത്തു നോക്കുക. ചില്ലറ വിഷയങ്ങൾ അവർ അകറ്റിക്കൊണ്ടിരിക്കുന്നു, തലാഖിലേക്ക് വരെ എത്തിപ്പെടുന്നു എന്നുള്ളതാണ്. വിട്ടുവീഴ്ച ചെയ്യാൻ രണ്ടാളും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. പാപ്പയും മക്കളും എടുത്തു നോക്കിയാലും പ്രശ്നങ്ങൾ അത് തന്നെയാണ്. വിട്ടുവീഴ്ചയ്ക്ക് ആരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. വിട്ടുവീഴ്ച ചെയ്യേണ്ടവർക്ക് വിട്ടുവീഴ്ച ചെയ്ത് കൊടുത്തേ മതിയാവൂ.
ശിക്ഷിക്കേണ്ടവരെയാണെങ്കിലോ അത് മാതൃകാപരമായും മാന്യമായും ശിക്ഷയും കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷേ മാന്യതയ്ക്ക് അപ്പുറം കടക്കുമ്പോഴാണ് സംഭവം വഷളായി തീരുന്നത് എന്നുള്ള അതിനെന്ത് വേണം? സലഫുകളുടെ മാതൃക നമ്മൾ അനുധാവനം ചെയ്യുക എന്നുള്ളതാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയുകയാണ്, ഉമർ ഖത്താബ് മാത്രമല്ല യഖൂലു ഫീ നഫ്സി, അദ്ദേഹം എന്നും കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആരാ ഉമർ എന്ന് പറഞ്ഞാൽ? ഉമർ എന്ന് പറഞ്ഞാൽ മക്കയിലെ പർവ്വതങ്ങൾ പോലും പേടിച്ചരണ്ടു പോകുമെന്ന് ഒരു അറബി കവി കവിത തന്നെ എഴുതിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഉമർ എന്ന് കേട്ടാൽ മക്കയിലെ സഫ മല പോലും പേടിച്ചരണ്ടു പോകുന്ന ആളാണ് ഉമർ എന്ന് പറയുന്നത് എന്ന. ഉമർ പ്രവാചകന്റെ തലയെടുക്കാൻ പോകുന്ന രംഗത്തെ കുറിച്ച് പോലും വളരെ ശക്തമായ നിലയിൽ കവികൾ രചിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹം പോകുന്ന വാക്കിനെ കുറിച്ച് പറയണേ, എവിടെ മുഹമ്മദ് അവന്റെ മുമ്പിൽ പാപിയാം എന്നെ ഞാൻ ബലി കൊടുക്കും, അത്തിരുഹസ്തങ്ങൾ മുത്തി ഞാനാ സത്യത്തിൻ പാത സ്വയം വരിക്കും. പ്രവാചകന്റെ തലയെടുക്കാൻ പോയ ഉമറിന്റെ ഇസ്ലാം മത ആശ്ലേഷണത്തെ സംബന്ധിച്ച് കവികൾ നൽകിയത് വരികളാണതെല്ലാം. ഒരുപാട് സംഭവങ്ങളുണ്ട്. ആ ഉമർ പറയാണ്, വൈലക്കയ്യ ഇബ്നുൽ ഖത്താബ്, ഖത്താബിന്റെ പുത്ര നിനക്ക് നാശം കേട്ടോ, ഇല്ലം യഗ്ഫിറല്ലാഹു ലക്, അല്ലാഹ് നിനക്ക് പുറത്തു തന്നില്ലെങ്കിലോ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കരയുമാ എന്നുള്ളതാണ്. ഒരിക്കൽ ഉമർ ഖത്താബ് പറയാണ്, ഉമർ ഖത്താബിന്റെ നല്ല നല്ല പ്രവർത്തനങ്ങളെ കുറിച്ച് അനുയായികൾ ഇങ്ങനെ പാടിപ്പുകഴ്ത്തിയപ്പോൾ ഉമർ പറയുകയാണ്, മിണ്ടാതിരിക്കു കൂട്ടരെ നിങ്ങളൊന്ന്. ഈ ഉമറിന്റെ പ്രവർത്തനങ്ങൾ പഴകിയ തുണി ചുരുട്ടി വലിച്ചെറിയുന്നത് പോലെ എന്റെ കർമ്മങ്ങൾ എന്റെ റബ്ബന്റെ മുഖത്തേക്ക് നാളെ വലിച്ചെറിയുമോ എന്ന ഭയമാണ് എനിക്കുള്ളത് എന്ന് പറഞ്ഞാലാണ് ഖത്താബിന്റെ പുത്രൻ ഉമർ. ആരാണ് ഈ ഖത്താബിന്റെ പുത്രൻ ഉമർ? അദ്ദേഹത്തോട് പ്രവാചകനെ കുറിച്ചും ഇസ്ലാമിനെ കുറിച്ചും ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ഒരാൾ ചെന്ന് പറഞ്ഞപ്പോൾ അയാൾക്ക് കൊടുത്ത മറുപടി എന്താണെന്ന് അറിയുമോ? ഖത്താബിന്റെ അഥവാ അദ്ദേഹത്തിന്റെ പാപ്പാന്റെ പേരാണ് ഖത്താബ്. ഖത്താബിന്റെ കഴുത മുസ്ലിമായാലും ഖത്താബിന്റെ പുത്രൻ ഉമർ മുസ്ലിമാവൂല എന്നാ പറഞ്ഞത്. ആ ഉമറാണ് ഇപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തേ കാരണം? എന്തായിരുന്നു കാരണം? കാരണം മറ്റൊന്നുമല്ല, പഠിച്ചു, മനസ്സിലായി, മാറ്റങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ്. അതാണ് ഉമറിന്റെ ഖത്താബിന്റെ ചരിത്രം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബ പറഞ്ഞുകൊണ്ടിരിക്കുക. ആ ഖുത്ബ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തില് ബിലാൽ റളിയല്ലാഹു തആല അൻഹു സദസ്സിലേക്ക് കടന്നു വന്നു, പള്ളിയിലേക്ക് കടന്നു വന്നപ്പോൾ ഒരു ഒഴിഞ്ഞ സ്ഥലം മുമ്പിൽ സീറ്റിൽ കണ്ടു. അദ്ദേഹം ആരെയും ബുദ്ധിമുട്ടിക്കാതെ ചുറ്റി വളഞ്ഞു വന്നുകൊണ്ട് അവിടെ ഇരുന്നു. തൊട്ടടുത്തിരുന്ന ആരാന്നറിയോ? അബൂദർ ആയിരുന്നു. അബൂദർ ഇദ്ദേഹത്തിന് നേരെ ഓപ്പോസിറ്റാ സൗന്ദര്യത്തില്. തുടുതുടുത്ത കവിളുകളുള്ള നല്ല സൗന്ദര്യമുള്ള സഹാബിയാണ് അബൂദർ. അബൂദർ ബിലാലിനൊന്നും ഇങ്ങനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, കറുത്തവന്റെ പുത്രൻ എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് എഴുന്നേറ്റ് മറ്റുഭാഗത്ത് പോയിരുന്നു അദ്ദേഹം. ബിലാൽ ഒന്നും പ്രതികരിച്ചില്ല, മിണ്ടാതിരുന്നു. ഖുത്ബയൊക്കെ കഴിഞ്ഞ് പ്രവാചകന്റെ അടുക്കിലേക്ക് ചെന്നുകൊണ്ട് പ്രവാചകൻ രണ്ട് കൈയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് ബിലാൽ പറയുകയാണ്, പ്രവാചകരെ, ഞാൻ ഉമയ്യയുടെ കൊട്ടാരത്തിൽ അർദ്ധനഗ്നനായിക്കൊണ്ട് കഴിഞ്ഞു വന്നവനാണ്. ഈ മതത്തിന് വേണ്ടി, ഈ ദീനിന് വേണ്ടി, ഇസ്ലാമിന് വേണ്ടി, തൗഹീദിന് വേണ്ടി ഞാൻ അനുഭവിക്കാത്ത ത്യാഗങ്ങളില്ല പ്രവാചകരെ. എന്റെ നെഞ്ചത്ത് പാറ കയറ്റി വെച്ചപ്പോഴും എനിക്കത് ഭാരമില്ലാതെ അനുഭവപ്പെട്ടത് എന്റെ ഹൃദയത്തിൽ തൗഹീദ് ഉള്ളത് കൊണ്ടായിരുന്നു പ്രവാചകരെ. എന്റെ വള്ളം കൊണ്ട് ദാഹിച്ചപ്പോൾ ഉമയ്യന്റെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പുമ്പോൾ എന്റെ നാവ് കൊണ്ട് അവന്റെ ആ കഫം പഠിച്ചെടുത്തുകൊണ്ട് എന്റെ ദാഹം തീർത്തപ്പോഴും എനിക്കത് സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. തൗഹീദിന് വേണ്ടിയാണല്ലോ ഞാനിതെല്ലാം അനുഭവിക്കുന്നത് എന്ന സന്തോഷം എനിക്കുണ്ടായിരുന്നു. എനിക്കൊരിക്കലും ഒരു മാനസിക പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല പ്രവാചകരെ. പക്ഷേ ഇന്നതാ എന്റെ സഹോദരൻ അബൂദർ എന്നോടിങ്ങനെ കറുത്തവന്റെ പുത്ര എന്ന് പറഞ്ഞത് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല പ്രവാചകരെ എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ അബൂദറിനത് തലയാട്ടി വിളിച്ചു. പ്രവാചകൻ അബൂദറിനോട് പറഞ്ഞു, ജാഹിലിയത്ത് വിട്ടുപോയിട്ടില്ല അല്ലേ? ഇത് മാത്രമേ ചോദിച്ചുള്ളൂ പ്രവാചകൻ. അബൂദറിന് അതിനേറെ പ്രഹരമായി മാറിയത്. അബൂദർ നേരെ പള്ളിയുടെ മുമ്പിലേക്ക് കടന്നു. ചുട്ടുപഴുത്ത മണല്, ആ മണലിൽ അദ്ദേഹം കമിഴ്ന്നടിച്ച് കടന്നു. ആളുകൾ എന്താണെന്നറിയാതെ വെപ്രാളത്തിലായി. സഹാബികൾ ഒരുമിച്ച് കൂടി അബൂദറെ എന്ത് പറ്റിപ്പോയി എന്ന്. അബൂദർ പറയുകയാണ്, ഈ അബൂദറിനൊന്നും സംഭവിച്ചിട്ടില്ല.
ബിലാലിന്റെ കറുത്ത കാലുകൾ കൊണ്ട് എന്റെ ഈ തുടുത്ത കവിളിൽ ചവിട്ടുന്നത് വരെ ഈ അബൂദർ ഇവിടുന്ന് എഴുന്നേൽക്കുകയില്ല എന്ന് പറയുകയാണ്. അവസാനം ബിലാലും പള്ളിയിൽ നിന്ന് ഇറങ്ങി വരികയാണ്. ആളുകൾ കൂടി നിൽക്കുന്നു. അബൂദർ വീണ് കിടക്കുന്നു. എന്ത് പറ്റിപ്പോയി എന്റെ സഹോദരൻ അബൂദറിന്? ബിലാൽ ആളുകളെ മാറ്റിക്കൊണ്ട് ജനങ്ങൾക്കിടയിലേക്ക് കടന്നു വന്നു. അബൂദർ, എന്ത് പറ്റിപ്പോയി സഹോദര എന്ന് ബിലാൽ ചോദിച്ചപ്പോൾ ബിലാലിനോട് പറയുകയാണ്, ബിലാൽ, ഒന്നും സംഭവിച്ചിട്ടില്ല. നിന്റെ കറുത്ത കാലുകൊണ്ട് എന്റെ മുഖത്ത് ചവിട്ടുന്നത് വരെ ഞാനിവിടെ എഴുന്നേൽക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ബിലാൽ മുട്ടുകുത്തി അവിടെ ഇരുന്നു കൊണ്ട് ആ കറുത്ത ചുണ്ടുകൾ കൊണ്ട് തുടുത്ത കവുകളിൽ ആ ഞാഞ്ഞു മുത്തം വെച്ചുകൊണ്ട് പറഞ്ഞു, സഹോദര എഴുന്നേൽക്കൂ എന്ന്. സഹോദരെ, ഇതാണ് സലഫുകൾ. ഇതാണ് സലഫുകൾ എന്നുള്ളതാണ്. ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകണോ? ഖുർആൻ പഠിക്കുക, മനപ്പാഠമാക്കിയാൽ പോരാ എന്നുള്ളതാണ്. പഠിക്കുക, പകർത്തുക, പകർന്നു കൊടുക്കുക, അങ്ങനെയായിരിക്കട്ടെ എന്നുള്ളതാണ്. സഹോദരിമാരെ, സഹോദരങ്ങളെ, ഉമ്മ ആയിഷ ബീവി കാരണം ഒരുപാട് അനുഗ്രഹങ്ങൾ അന്ത്യനാൾക്ക് വരേക്കുമുള്ള വിശ്വാസികൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നത് വസ്തുതയാണ്. ഉമ്മയുടെ അവസാനത്തെ ഘട്ടം, ഉമ്മയുടെ 58ാമത്തെ വയസ്സിലാണ് ഈ ലോകത്തോട് യാത്ര പറയുന്നത്. ആ സന്ദർഭത്തിൽ ഇബ്നു അബ്ബാസ് അവരെ ഒന്ന് കാണാൻ വേണ്ടി വീട്ടിലേക്ക് വരികയാണ്. ഉമ്മ ആയിഷ ബീവി പറഞ്ഞു, വേണ്ട, ഇബ്നു അബ്ബാസിനെ ഇങ്ങോട്ട് കടത്തിവിടരുത്, എനിക്ക് തീരെ വയ്യാത്തതാണ് എന്ന് പറഞ്ഞു കുടുംബക്കാരോട്. സഹോദരൻ അബ്ദുറഹിമാൻ അരികത്തിരുന്നു കൊണ്ട് പറഞ്ഞു, സഹോദരി, പ്രവാചകൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടങ്ങളിൽ ഈ കുടുംബത്തിലെ വിശിഷ്ടതയും വിശിഷ്ട വ്യക്തിയുമാണല്ലോ, അദ്ദേഹത്തെ എന്തിനാണ് നിങ്ങൾ തിരിച്ചയക്കുന്നത്? ഒന്ന് കാണാനും സംസാരിക്കാനുമുള്ള ഒരു അനുമതി നിങ്ങൾക്ക് കൊടുത്തുകൂടെ എന്ന് പറഞ്ഞപ്പോൾ, എങ്കിൽ വരാൻ പറയൂ എന്ന് പറയുന്നു. അങ്ങനെ ഇബ്നു അബ്ബാസ് വീട്ടിലേക്ക് കയറി വരുന്നു. ഇബ്നു അബ്ബാസ് പറയുകയാണ്, ഉമ്മ, എന്തിനാണ് നിങ്ങൾ പ്രയാസപ്പെടുന്നത്? നിങ്ങൾ എന്തിനാണ് ദുഃഖിക്കുന്നത്? ഉമ്മ, നിങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞാൽ നിങ്ങൾ എത്തിച്ചേരുന്നത് എവിടേക്കാണ്? നിങ്ങളുടെ പ്രിയങ്കരനായ അള്ളാഹുവിന്റെ റസൂലിന്റെ അരികത്തേക്കാണല്ലോ നിങ്ങൾ പോകുന്നത്. ഉമ്മ, അള്ളാഹുവിന്റെ റസൂലിന് നിങ്ങളുടെ പത്നിമാരുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടവൾ ഉമ്മ നിങ്ങളാണല്ലോ. കാരണം അള്ളാഹുവിന്റെ റസൂൽ ഏറ്റവും നല്ലതിനെ അല്ലാതെ ഇഷ്ടപ്പെടുകയില്ല. നിങ്ങളുടെ വിശുദ്ധിയെ അതിനെ നിങ്ങളുടെ വിഷയത്തിലുണ്ടായി. ഈ സന്ദർഭത്തിലാണല്ലോ ഉമ്മ തയമ്മമിന്റെ ആയത്ത് അവതരിച്ചത്. അതിന് കാരണക്കാരി ഉമ്മ നിങ്ങളാണല്ലോ. അന്ത്യനാൾ വരേക്കുമുള്ള വിശ്വാസികൾക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങൾ, എന്തെല്ലാം ഇളവുകൾ നിങ്ങളുടെ വകയായി കിട്ടി. അങ്ങനെയുള്ള നിങ്ങളാണ് ഉമ്മ ഈ സങ്കടപ്പെടുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തോട് ഉമ്മ പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയുമോ? അബ്ദുള്ള, തിരിച്ചു പോ. നീ എന്നെ പ്രശംസിക്കാതെ വല്ലാതെയൊന്നും എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് ഒന്ന് മാത്രമാണ്. മറിയം ബീവി അന്ന് ആ മരത്തിന്റെ ചുവട്ടിലിരുന്നു കൊണ്ട് പറഞ്ഞില്ല, യാ ലൈതനി മിത്തു ഖബല ഹാദാ വകുന്തു നസിയം മൻസിയ. എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് പുറത്തു വരുന്നതിന് മുമ്പ് ഞാനൊന്ന് മരിച്ചിരുന്നുവെങ്കിൽ, എന്നെ ഈ ജനങ്ങളൊന്നും മറന്നിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞില്ലേ, അതുപോലെ ഈ ജനങ്ങളൊക്കെയും എന്നെ ഒന്നും മറന്നിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിലപിക്കുന്ന ഒരു ഉമ്മയെയാണ് കാണാൻ കഴിയുന്നത്. സഹോദരിമാരെ, വിശുദ്ധ റമദാനിൽ ഒരു ഖത്തം നമ്മൾ പാരായണം ചെയ്തു എന്ന അഭിമാനത്തിലാണ് നമ്മളെല്ലാവരും. ഇത്തവണ എനിക്കിതാ 2 ഖത്തം പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്ന മറ്റൊരു അഭിമാനം. എനിക്കൊരു ഉംറയ്ക്ക് പോകാനുള്ള ഭാഗ്യമുണ്ടായി. ഞാൻ ഇത്ര ഉംറ ചെയ്തു, ഇത്ര ഹജ്ജ് ചെയ്തു. സഹോദരിമാരെ, സഹോദരങ്ങളെ, അള്ളാഹ് സ്വീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചോ? നമ്മൾ സ്വീകരിച്ചു എന്നതിന് വല്ല രേഖയുമുണ്ടോ? സ്വർഗം കൊണ്ട് വാഗ്ദത്തം ചെയ്യപ്പെട്ട അവരൊക്കെയും അവരുടെ പരലോകത്തെ ഓർത്ത് കരഞ്ഞത് എന്തുകൊണ്ടാണ്? അവർ ദീനിൽ നിന്ന് പരലോകം എന്താണെന്ന് പഠിച്ചു എന്നുള്ളതാണ്. പരലോകത്തെ കുറിച്ച് പഠിച്ചപ്പോൾ അവരിൽ മാറ്റങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് എന്നുള്ളതാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ചരിത്രത്തിലെ പ്രമുഖന്മാരായ ഒരുപാട് ഖലീഫമാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. കൂട്ടത്തിൽ ഒരാളാണ് ഹാറൂൺ റഷീദ് എന്നുള്ളത്. ഹാറൂൺ റഷീദ് ഏതൊരു മനുഷ്യനും ജ്ഞാനി എന്നൊരു മനോഭാവം സ്വാഭാവികമായി കൊണ്ട് പിടികൂടും. ഹാറൂൺ റഷീദിനെ മാനുഷികമായി കൊണ്ട് ഒരു പിടിമുറുക്കമുണ്ടായിരുന്നു. ഞാൻ അത്യാവശ്യം തരക്കടില്ലാത്ത ഒരാളാണെന്നുള്ളത്. നല്ല ചക്രവർത്തിയാണ് കേട്ടോ, നല്ല ഖലീഫയാണ് അദ്ദേഹം, അള്ളാഹുവിന് ഭയമുള്ള ഖലീഫ തന്നെയാണ്. എങ്കിലും ദുർബല നിമിഷങ്ങളൊക്കെ വീഴ്ചകൾ സംഭവിക്കുമല്ലോ, അതൊന്ന് തിരുത്തണമെന്ന് അദ്ദേഹത്തിന്റെ സഭയിലുള്ള ഒരു പണ്ഡിതൻ ആഗ്രഹിക്കുകയാണ്. അതും ഒന്ന് മാറ്റിയെടുക്കണം ഹാറൂനിൽ നിന്ന് എന്നുള്ളത്. അങ്ങനെ
ഹാറൂൺ റഷീദ് ആ കസാലയിൽ അദ്ദേഹത്തിന്റെ സിംഹാസനത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ആ പണ്ഡിതൻ കടന്നു വരികയാണ്. ഹാറൂൺ റഷീദ് ഒരു ഗ്ലാസ് വെള്ളം ഇങ്ങനെ കുടിക്കാൻ പോകുമ്പോ അദ്ദേഹം ചോദിച്ചു, പണ്ഡിതൻ, അല്ല, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്, അതിന് ഉത്തരം പറഞ്ഞിട്ട് വെള്ളം കുടിച്ചാൽ മതി പറഞ്ഞു. അപ്പൊ ഹാറൂൺ റഷീദ് പൊങ്കോടുകൂടി അങ്ങോട്ട് തിരിച്ചു വെച്ച, എന്തെന്നെ വെള്ളം കുടിപ്പിക്കേണ്ട ചോദ്യമാണ് അപ്പൊ ചോദിക്കാൻ പോകുന്നത് ചോദിച്ചു. ചിലപ്പോ അങ്ങനെ ആയിരിക്കാം എന്ന് പറഞ്ഞു. എന്നാ ചോദിക്കുന്നു പറഞ്ഞു. ഈ വെള്ളം നിങ്ങൾക്ക് കുടിക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും ചോദിച്ചു പണ്ഡിതന്റെ ചോദ്യം. അപ്പൊ ഹാറൂൺ റഷീദ് പറഞ്ഞാൽ പറയില്ല, ഞാനെന്നുള്ളൊരു മനോഭാവമുള്ള ഒരു ചെറിയൊരാളാണെന്നുള്ളത് അദ്ദേഹം പറഞ്ഞു, എന്റെ രാജ്യത്തിന്റെ പകുതി വിറ്റിട്ടെങ്കിലും ഞാൻ അകത്താക്കും പറഞ്ഞു. ശരി, അകത്ത് പോയ വെള്ളം പുറത്തു പോകണമെങ്കിൽ ബാക്കിയുള്ള പകുതി കൂടി ബുക്കോ ചോദിച്ചു പണ്ഡിതൻ. ഹാറൂൺ റഷീദ് നിശബ്ദനായി തലതാഴ്ത്തിയിരുന്നു. പണ്ഡിതൻ പറഞ്ഞു, അപ്പൊ നിങ്ങളുടെ സാമ്രാജ്യം ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചത് പുറത്ത് കളയാൻ മാത്രമില്ല എന്നിപ്പോ മനസ്സിലായോ ചോദിച്ചു. ഉടനെ മന്ത്രിയെ വിളിച്ചു, എനിക്കൊരു ഉപദേഷ്ടാവിനെ നിശ്ചയിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഉപദേഷ്ടാവിനെ തേടിക്കൊണ്ട് മന്ത്രി പോവുകയാണ്. മന്ത്രി പോയപ്പോൾ ഫുളൈൽ ഇബ്നു ഇയാദ് എന്ന ആ സഹാബിവര്യമാരുടെ സഹാബിയാണെന്നും പറയുന്നുണ്ട്, സഹാബിമാരുടെ മക്കളാണെന്നും പറയുന്നുണ്ട്. എന്തായാലും അദ്ദേഹമാണ് അന്ന് മക്കയില് പേരും പെരുമയുമുള്ള ഒരു ഉപദേഷ്ടാവ്. അദ്ദേഹത്തിനേക്കാടുക്കെ മന്ത്രി പോയി പറഞ്ഞു, നിങ്ങളെ ഖലീഫ ഒന്ന് കാണണമെന്ന് പറയുന്നു എന്ന് പറഞ്ഞു. എന്താണ് ആവശ്യം ചോദിച്ചു. നിങ്ങൾ അദ്ദേഹത്തിന് കുറച്ച് ഉപദേശങ്ങൾ കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഫുളൈൽ ഇബ്നു ഇയാദ് പറഞ്ഞു, ഇൽമ് ആരെയും തേടിപ്പോവുകയില്ല, ഇൽമിനെ തേടിപ്പോകണം. ഒന്നാമത്തെ ഉപദേശം അവിടെ നിന്ന് തുടങ്ങി. മന്ത്രി നേരെ വന്ന് ഖലീഫയോട് പറഞ്ഞു, ഉപദേശം കേൾക്കണമെങ്കിൽ അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞു ഫുളൈൽ പറഞ്ഞു. അതിനെന്താ, ഞാൻ പോകാം. ഖലീഫ മന്ത്രിമാരെയും കൂട്ടി അങ്ങോട്ട് പോവുകയാണ് ഫുളൈലിന്റെ വീട്ടിലേക്ക്. മഗ്രിബിന്റെ സമയത്താണ് വീട്ടിലെത്തുന്നത്. മഗ്രിബിന്റെ സമയത്ത് വീട്ടിലെത്തിയപ്പോൾ ഖലീഫയെ കണ്ട ഉടനെ തന്നെ വിളക്കൂതിക്കെടുത്തി ഫുളൈല്. അപ്പോ ഖലീഫ ചോദിക്കുകയാണ്, അല്ല അബു അലി, ഫുളൈലിന്റെ മകന്റെ പേരാണ് അലി, അബു അലി എന്തിനാണ് വിളക്കൂതിയത് ചോദിച്ചു. അപ്പോ ഉപദേശം കേൾക്കാൻ വന്ന ആളാണല്ലോ. ഖബറിനേക്കാൾ ഇരുട്ടുണ്ടോ എന്റെ വീട്? ഒന്നാമത്തെ ഉപദേശം. സിദിനി, ഒന്നുകൂടി ഉപദേശിച്ചാലും എന്നെ പറഞ്ഞു. ഹാറൂൺ, നിങ്ങൾ ഖലീഫമാരുടെ കൂട്ടത്തിൽ അതീവ സുന്ദരനാണ്. നിങ്ങളുടെ ഈ തുടുത്ത കവുകളുകളിൽ, ഈ സുന്ദരമേറിയ പേനികളിൽ നാളെ പുഴുക്കളരിക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. നാളെ റബ്ബിന്റെ കോടതിയിൽ ഞങ്ങളെ മാത്രമാണ് വിചാരണ ചെയ്യപ്പെടുക എങ്കിൽ ഈ ഉമ്മത്തിലെ അങ്ങയുടെ സംരക്ഷണത്തിലുള്ള, അങ്ങക്ക് ഉത്തരവാദിത്തമുള്ള ഈ അറേബ്യൻ ജനതയെ മുഴുവനും നിങ്ങൾ മറുപടി പറയണമെന്ന് പറഞ്ഞപ്പോൾ ഹാറൂൺ റഷീദ് രണ്ട് കൈകൾ കൊണ്ട് മുഖം പൊത്തി തേങ്ങിക്കരയുന്നു. കേട്ടു നിൽക്കുന്ന ആളുകൾ പറയാണ്, അദ്ദേഹത്തിന്റെ ഹൃദയം തകർന്നു പോകുമോ എന്ന് പോലും ഞങ്ങൾ ഭയപ്പെട്ടു പോയി. അതാണ് സലഫുകൾ. കേൾക്കുമ്പോൾ അതൊന്ന് ഉൾക്കൊള്ളാനുള്ളൊരു മാനസികാവസ്ഥ. നമ്മുടെ മക്കളോട് വരെ മാതാപിതാക്കൾ ഉപദേശിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് കേൾക്കണ്ട എന്ന് പറയുന്ന ഒരവസ്ഥ. ഇന്നലെ എന്റെ മഹലിൽ, ഞാൻ ഖുത്ബ പറയുന്ന മഹലിൽ 12 വയസ്സ് പ്രായത്തിൽ ഒരു പെൺകുട്ടി മറ്റൊരുത്തന്റെ കൂടെ സ്നേഹത്തിലായി പോയി. അതൊക്കെ അറിഞ്ഞിട്ട് പോലും അവൾക്ക് ഭൗതിക വിദ്യാഭ്യാസമാണ് മാതാപിതാക്കൾ തെരഞ്ഞെടുത്തത്. ഇന്ന് അവൾക്ക് 21 വയസ്സ് പ്രായമായി. 12 വയസ്സ് പ്രായത്തിൽ അവൾ ചെയ്യരുത് എന്ന് അവളോട് പറഞ്ഞതിന്റെ പേരിൽ അവൾ വീട് വിട്ട് ഇറങ്ങിപ്പോയി. 12 വയസ്സിൽ വെല്ലിമ്മയുടെ കൂടെ, വെല്ലിപ്പയുടെ കൂടെ അവിടെ വീട്ടിൽ താമസമാക്കി എന്നുള്ളതാ. 21 വയസ്സ് പ്രായമായപ്പോൾ അവൾ സ്വന്തമായി കൊണ്ടൊരു കൈപ്പടത്തിൽ ഒരു കത്തുണ്ടാക്കി മഹലിൽ കൊണ്ടു കൊടുക്കുകയാണ്. എന്റെ ഇന്നാളുമായി കൊണ്ടുള്ള വിവാഹം എന്റെ ഉപ്പയെ കൊണ്ട് നിങ്ങൾ നടത്തിപ്പിച്ചു തരണം എന്നുള്ളത്. പാപ്പയും മക്കളും ഒരേ സ്വരത്തിൽ ഞങ്ങൾ ആ വിവാഹം നടത്തുകയില്ല എന്ന പിടിവാശി കൊണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക. 21 വയസ്സ് പ്രായമുള്ള പെൺകുട്ടിക്ക് പോലും ഇന്ന് ഉപ്പയാരാണെന്ന് തിരിച്ചറിയാൻ കഴിയാതെ വന്നിരുന്നുവെങ്കിൽ അവൾ നേടിയെടുത്ത അറിവിന്റെ ഫലമാണത് എന്നുള്ളതാ. MBBS പഠിക്കുന്ന കരുണ മെഡിക്കൽ കോളേജിലെ കുട്ടികൾക്ക് വ്യാഴാഴ്ചത്തെ ഒരു ദിവസം ക്ലാസ് ഉണ്ട്. ആ ക്ലാസ് എടുക്കുമ്പോൾ അവരോട് ഞാൻ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. മക്കളെ, ഈ ലോകത്ത് ഏറ്റവും വലിയ ബുദ്ധിജീവികൾ എന്നറിയപ്പെടുന്നത് 2 കൂട്ടരാണ്. ഒന്ന് ഡോക്ടർമാരും 2 എഞ്ചിനീയർമാരും. അവിടേക്ക് നമ്മുടെ മക്കളെ നമ്മൾ മത്സരിച്ച് പഠിപ്പിക്കുന്ന രംഗമാണ് നമ്മൾ ഇന്ന് കാണുന്ന കാഴ്ചകൾ. പക്ഷേ ഞാൻ പറയട്ടെ, നിങ്ങൾ ആരുമല്ല എന്ന് നിങ്ങൾക്കറിയുമോ? ഒരു ഡോക്ടറാകണമെങ്കിൽ 4 വർഷമെങ്കിലും പഠിക്കണം MBBS. 1 വർഷം അവർക്ക് എന്ത് വേണം? ട്രെയിനിങ് വേണം. 5 വർഷം.
ഈ 5 വർഷത്തിന്റെ ഉള്ളിൽ ഈ കുട്ടിക്ക് പൈസ കൊടുത്ത് പഠിക്കണ കുട്ടിയാണെങ്കിൽ 1 കോടി രൂപയിലധികം ചെലവ് വരും എന്നുള്ളതാണ് 5 വർഷം കൊണ്ട്. ഈ 1 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ഈ കുട്ടി പഠിക്കുന്നത് എന്താണ്? അവൾ ആരാണെന്ന് പഠിക്കുന്നില്ല, അവളുടെ ഉമ്മയാരാണ് എന്ന് പഠിക്കുന്നില്ല, അവളുടെ വാപ്പയാരാണെന്ന് പഠിക്കുന്നില്ല, ഭർത്താവിനോട് എങ്ങനെ പെരുമാറണമെന്ന് പഠിക്കുന്നില്ല, മക്കൾക്ക് എങ്ങനെ തർബിയത്ത് കൊടുക്കണമെന്ന് പഠിക്കുന്നില്ല. ഇതൊന്നും പഠിക്കാത്ത കുട്ടികളിൽ നിന്ന് ഇത്തരത്തിലുള്ളതല്ലാതെ പിന്നെ എന്താണ് ഈ ഉമ്മത്തിന് പ്രതീക്ഷിക്കാനുള്ളത് എന്നുള്ളതാ. എന്താണ് പ്രതീക്ഷിക്കാനുള്ളത്? 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നു, എന്റെ കുട്ടിയെ ആ സ്ഥാപനത്തിൽ ചേർക്കണം, എന്റെ കുട്ടിയെ ഈ സ്ഥാപനത്തിൽ ചേർക്കണം വേണതാണ്. പക്ഷേ എന്റെ കുട്ടിയെ ബുദ്ധിയെ തിരിച്ചുവിടുന്ന എന്തറിവാണെന്ന് അവിടെ നിന്ന് കിട്ടുക എന്നുള്ളത് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പ്രവാചകന്റെ ഒരു പ്രാർത്ഥനയുണ്ട്, ഒരുപാട് പ്രാർത്ഥനകളുണ്ട്. അതിലൊരു പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വറിസ്ഖൻ ത്വയ്യിബാ വറിസ്ഖൻ ത്വയ്യിബാ വഅമലൻ മുതഖബ്ബലാ. റബ്ബേ, എനിക്ക് ഉപകാരപ്രദമായ അറിവ് നീ നൽകണമേ റബ്ബേ. ഉപകാരപ്രദമായ അറിവ് ഞങ്ങളുടെ മക്കൾ നേടിയെടുക്കുന്നത് ഉപകാരമുള്ള അറിവാണോ എന്ന് ഇന്ന് സമൂഹം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. അതിനെന്ത് വേണം? പഠിക്കേണ്ടത് നമ്മൾ പഠിക്കണം. നമുക്ക് ഡോക്ടർമാർ വേണം, നമുക്ക് എഞ്ചിനീയർമാർ വേണം, നമുക്ക് ശാസ്ത്രജ്ഞന്മാർ വേണം, നമുക്ക് കലക്ടർമാർ വേണം. പക്ഷേ ഒപ്പം അറിവ്, ദീനീപരമായ അറിവ് കൂടി പകർന്നു കൊടുക്കുകയാണെങ്കിൽ അത് പൊന്നും കുടത്തിന് പൊട്ടുതൊട്ട പോലെയായിരിക്കും എന്നുള്ളതാ. നിങ്ങൾ ഗൾഫ് രാജ്യങ്ങളിൽ പോയി നോക്കുക, പള്ളി ഡോക്ടർമാരായിരിക്കും ഈജിപ്ഷ്യൻ ഡോക്ടർമാര്, അവർ തന്നെയായിരിക്കും ആ പള്ളിയിലെ ഇമാമുമാരും. എന്റെ കഫീല്, ഞാൻ 20 വർഷം സൗദി അറേബ്യയിൽ ജോലി ചെയ്ത ആളാണ്. എന്റെ കഫീല് അറംകോയിലെ നല്ലൊരു എഞ്ചിനീയർ ആണ്, പക്ഷെ അദ്ദേഹം ഖതീബാണ്, അദ്ദേഹം പള്ളിയിലെ ഇമാമാണ്. ഇന്ന് അങ്ങനെയുണ്ടോ? ഒരു സ്കൂൾ അധ്യാപകൻ, അറബി അധ്യാപകനായാൽ പോലും 4 രോമം മുഖത്ത് മുളയ്ക്കുന്നത് പോലും നാണക്കേടായി കാണുന്ന അറബി അധ്യാപകരാണ് നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ നമുക്ക് ലജ്ജ തോന്നുകയാണ്. അവൻ അറബി അധ്യാപകനാണ് അത്രേ എന്നുള്ളത്. ഒരു പള്ളിയിൽ ഖുത്ബയ്ക്ക് എന്റെ ഭാര്യ ചെന്നു. അവർ ചോദിക്കുകയാണ്, ആ ഖുത്ബ പറഞ്ഞ മൗലവി ആരാണ്? ഞാൻ പഠിപ്പിച്ച ശിഷ്യൻ തന്നെയാണ്. അപ്പൊ എന്താ സംഭവം ചോദിച്ചു. കാണുമ്പോൾ ലജ്ജ തോന്നുന്നു. ക്ലീൻ ഷേവിലാണ് വെള്ളിയാഴ്ച പള്ളിക്ക് വന്നിരിക്കും മിമ്പറയിൽ കയറുന്നത് എന്ന്. സഹോദരന്മാരെ ചിന്തിക്കുക. നമ്മൾ ഓതുന്നത് ഖുർആനാണ്, ഹദീസാണ്. പ്രവാചകൻ പറഞ്ഞു, ഞാൻ അവസാനിപ്പിക്കുകയാണ് കേട്ടോ, അറിവ് 3 വിധത്തിലാണ് എന്ന് പറഞ്ഞു. അറിവ് നേടുന്ന ആളുകൾ 3 വിധത്തിലാണ്. ഒരറിവിന്ന് പ്രവാചകർ മഴയോടാണ് ഉപമിച്ചത്. ഒരു മഴ, ആ മഴ ഏതാ വർഷിക്കുന്നു ഭൂമിയുടെ ഒരു ഭാഗത്ത്, ആ ഭൂമി ആ വെള്ളത്തെ വലിച്ചെടുക്കുന്നു. അവിടെ സസ്യങ്ങളും വൃക്ഷങ്ങളും സസ്യലതാദികളൊക്കെയും മുളച്ചു പോകുന്നു. മനുഷ്യരടക്കം ജീവജാലങ്ങളടക്കം എല്ലാവർക്കും അത് ഫലപ്രദമായി മാറുന്നു. മറ്റൊരിടത്തും ഇതേ മഴ വർഷിക്കുകയാണ്, പക്ഷേ ആ ഭൂമി വലിച്ചെടുക്കുന്നില്ല, പിടിച്ചു നിർത്തുക മാത്രമാണ് ചെയ്യുന്നത്. ആ വെള്ളം മറ്റുള്ളവരൊക്കെ ഉപയോഗപ്രദമാക്കി മാറ്റുന്നു എന്നുള്ളതാ. സ്വന്തത്തിന് ഉപയോഗമില്ല. 3ാമത്തെ ഒരു ഭൂമിയിലും ഈ മഴ വർഷിക്കുകയാണ്. അത് കൊടങ്കമിഴ്ത്തി വെള്ളം ഒഴിച്ചതുപോലെ, പാറപ്പുറത്ത് മഴ പെയ്യുന്നത് പോലെ അത് പെയ്യുന്നു, അത് ഒഴുകിപ്പോകുന്നു. പിടിച്ചു നിൽക്കുന്നതുമില്ല, അത് വലിച്ചെടുക്കുന്നതുമില്ല. ഇതുപോലെയാണ് എന്റെ ഉമ്മത്തിൽ അറിവ് നേടിയ ആളുകൾ എന്ന് പ്രവാചകൻ പറയുകയുണ്ടായി. ആദ്യത്തെ ആളുകളെ പോലെ നിങ്ങൾ ആവുക, സ്വന്തം ജീവിതത്തിൽ പകർത്തുക, മറ്റുള്ളവർക്ക് നിങ്ങൾ പകർന്നു കൊടുക്കുക. 2ാമത്തെ ആളുകളെ പോലെയും 3ാമത്തെ ആളുകളെ പോലെയും നിങ്ങൾ ഒരിക്കലും ആകരുത് എന്നുള്ള. 2ാമത്തെ ആള് സ്വന്തം ജീവിതത്തിലില്ല, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ ബഹുജോറായിരിക്കും എന്നുള്ളതാണ്. അത് സ്വന്തം ജീവിതത്തിൽ ഇല്ലാത്തതുപോലെയാണ്. അതുപോലെ ആവരുത്. 3ാമത്തതോ അവനവനിക്കും ഗുണമല്ല, മറ്റുള്ളവർക്കും ഗുണമല്ല. അപ്പൊ സഹോദരന്മാരെ, സലഫുകളാണ് നമുക്ക് മാതൃക എന്നതാണല്ലോ നമ്മുടെ വിഷയം. മുഴുവനും പറയാൻ നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഏതായാലും ഞാൻ പറഞ്ഞതും നിങ്ങൾ കേട്ടതും ഒരു സ്വാലിഹായ കർമ്മമായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങളിൽ വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമാകുന്ന എല്ലാ വീഴ്ചകളും നിന്റെ കാരുണ്യം കൊണ്ടും ഈ ഇൽമിന്റെ മജ്ലിസ് പിരിയുന്നതോടുകൂടി നീ തൃപ്തിപ്പെട്ട മുഖങ്ങളായി പിരിഞ്ഞു പോകാനും നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. ഇൽമിന്റെ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളവർക്ക് നിന്റെ അടുക്കൽ എന്തുമാത്രം പവിത്രതയും
പ്രാധാന്യവും പരിഗണനയും അംഗീകാരവും ഉണ്ടോ? ഒട്ടും കുറയാത്തത് ഈ മുഖങ്ങൾക്കൊക്കെ നീ വകവെച്ച് നൽകണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും ഈ ഉമ്മത്തിലും രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് റബ്ബേ. പ്രത്യേകിച്ച് അദ്ദേഹം ഇവിടെ ഒരു അനൗൺസ്മെന്റ് ചെയ്തു, ഒരു ഉമ്മ അപകടത്തിൽ പെട്ട് കിടക്കുന്നു എന്ന് പറഞ്ഞു. റബ്ബ് അവർക്ക് ശിഫ നൽകി, സിഹത്തും ആഫിയത്തും നൽകി സന്തോഷത്തോടുകൂടി കുടുംബത്തിലേക്ക് തിരിച്ചു വന്ന് ജീവിതം തുടരാനുള്ള തൗഫീഖ് റബ്ബ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ഈ ഉമ്മത്തിൽ നിന്നും നിന്റെ അടുക്കലേക്ക് എത്തിപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും നിന്റെ മഹത്തായ മഗ്ഫിറത്തും മർഹമത്തും നൽകി അവിടെ ബർസഖി ജീവിതം നീ ധന്യമാക്കി കൊടുക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഇസ്ലാമിന്റെയും മുസ്ലിങ്ങളുടെയും പരാജയം കണ്ട് സന്തോഷിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവർ ആരായിരുന്നാലും ഒരാൾക്കും സന്തോഷിക്കുവാനുള്ള അളവ് അപമാനമോ പരാജയമോ ഈ ഉമ്മത്തിൽ വർഷിക്കാതെ നിന്റെ കാരുണ്യ വർഷവും നിന്റെ കാരുണ്യത്തിന്റെ നോട്ടവും ഈ മുഖങ്ങളോടൊക്കെയും ഉണ്ടാകണമേ റബ്ബേ. അല്ലാഹുവേ, മാതാപിതാക്കളുടെ മനസ്സിന്റെ നൊമ്പരങ്ങൾ അറിയാൻ ഭാഗ്യം കിട്ടിയ സ്വാലിഹീങ്ങളായ മക്കളുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ വന്യരായ മാതാപിതാക്കളെയും ഞങ്ങളുടെ വന്യരായ മാതാപിതാക്കൾക്കും ഞങ്ങളുടെ മക്കളെ ഞങ്ങൾക്കും കൺകുളിർമയുള്ള മക്കളാക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഈ ലോകത്തോട് ഞങ്ങൾ യാത്ര പറയുമ്പോൾ അഫ്ളലുൽ കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചുകൊണ്ട് മലക്കൽ മൗത്തിലേക്ക് ഞങ്ങളുടെ ആത്മാവുകളെ കൈമാറാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുവേ, ജീവിച്ചിരിക്കുന്നവർക്കും വരും തലമുറകൾക്ക് സഹോദര സമുദായത്തിനും മാതൃകയുള്ളവരായി ജീവിക്കാൻ നീ ഞങ്ങൾക്ക് രക്ഷയും കാവലും തുണയും നൽകി നീ ആദരിക്കണമേ റബ്ബേ. അല്ലാഹുവേ, രാവിലെ തൊട്ട് ഇത്രയും നേരം ഇനി വൈകുന്നേരം വരെയും ശബ്ദങ്ങൾ ശ്രവിക്കാൻ വേണ്ടി ഇൽമു നുകരാൻ വേണ്ടി കാത്തിരിക്കുന്ന ഇവർക്ക് നിന്റെ കാരുണ്യത്തിന്റെ നോട്ടം ഉണ്ടാകണമേ റബ്ബേ. ഈ സംരംഭത്തിന് കാരണക്കാരായ എല്ലാ ആളുകൾക്കും അവരുടെ എളിയ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ ആളുകൾക്കും അർഹമായ നന്മയുടെ പ്രതിഫലം ഈ ലോകത്തും നൽകി നീ ആദരിക്കണമേ റബ്ബേ. ഇൽമിന്റെ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളവരുടെ പ്രാർത്ഥന ബറകൂടാതെ സ്വീകരിക്കുമെന്ന് പറഞ്ഞ റബ്ബേ, ഞങ്ങളുടെ പ്രാർത്ഥന ഉപരിയെ സ്വീകരിക്കുന്നതിന് തടസ്സമായി കൊണ്ട് എന്ത് ഞങ്ങളിൽ സംഭവിച്ചു പോയിട്ടുണ്ട് എങ്കിലും എന്ത് ഞങ്ങളിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട് എങ്കിലും എല്ലാം നിന്റെ കാരുണ്യം കൊണ്ട് പരിഹരിച്ച് ഞങ്ങളിൽ നിന്നും പരിഗണിക്കണമേ റബ്ബേ. അവശേഷിക്കുന്ന കാലഘട്ടം ധർമ്മവും കർമ്മവും നന്നാക്കി തീർക്കാൻ ഭാഗ്യം കിട്ടിയ സ്വാലിഹീങ്ങളായ നിന്റെ അടിയാറുകളുടെ അടിയാത്തികളുടെ കൂട്ടത്തിൽ ഒരുവരായി ഈ മുഖങ്ങളെ മുഴുവനും എണ്ണയണമേ റബ്ബേ. അല്ലാഹുവേ, നിന്റെ സമ്പത്തിൽ മികവുറ്റ സമ്പത്താകുന്ന അറിവ് നിന്റെ ദാനമായി ഞങ്ങൾക്കും ഞങ്ങളുടെ ഇണകൾക്കും ഞങ്ങളുടെ വന്യരായ മാതാപിതാക്കൾക്കും ഞങ്ങളുടെ മക്കൾക്കും നിന്റെ ഔദാര്യമായി നൽകി നീ ആദരിക്കണമേ റബ്ബേ. അല്ലാഹുവേ, നിന്റെ ആദരവിന് അർഹത നേടിയ ഉത്തമ മഹനീയ വ്യക്തിത്വങ്ങളുടെ കൂട്ടത്തിൽ ഒരുവരായി ഞങ്ങളിൽ എല്ലാവരെയും നീ ഉൾപ്പെടുത്തണമേ റബ്ബേ. അല്ലാഹുവേ, ഇനിയും ഈ മഹനീയമായ മജ്ലിസിൽ വെച്ചുകൊണ്ട് ധാരാളം പ്രാർത്ഥിക്കണമെന്നുണ്ട് റബ്ബേ. എല്ലാം പ്രാർത്ഥിച്ചതായി ഉപരിയിൽ നീ സ്വീകരിക്കണമേ റബ്ബേ. അല്ലാഹുമ്മ അജ്റിനാ മിനന്നാർ, അല്ലാഹുമ്മ അജ്റിനാ മിനന്നാർ, അല്ലാഹുമ്മ അജ്റിനാ മിനന്നാർ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക മിൻ ഖൈരി മാ സഅലക മിൻഹു നബിയുക മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വനഊദു ബിക മിൻ ശർരി മാ ഇസ്തആദ മിൻഹു നബിയുക മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അൻതൽ മുസ്തആൻ വഅലൈക്കൽ ബലാഗ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. آمين 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 برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.